ഹല്ലേലൂയ. Hallelujah. Praise God. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I praise God. ഇന്ന് രാവിലെ സമയത്ത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് എൻ്റെ മനസ്സിൽ അല്ലെ ഹൃദയത്തിൽ ഇങ്ങനെ പൊങ്ങി ഇരിക്കുന്ന ചില ചിന്തകൾ നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. Today morning, I would like to share certain thoughts which has been brimming in my heart for the past many days. നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തെ പറ്റി ചിന്തിക്കുമ്പോൾ When we think of our Christian faith, യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് എന്തിനാണ്? why did Jesus Christ come into this world? യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നത് പാപികളെ രക്ഷിപ്പാനായിട്ടാണ്. Jesus Christ came into this world to save the sinners. അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നു, യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നത് പാപികളെ രക്ഷിപ്പാനായിട്ട് ആണ്, അതിൽ ഞാൻ പ്രധാനിയാണ്. And Apostle Paul says like this, Jesus Christ came into the world to save the sinners, of whom I am the greatest. അപ്പൊ ഈ കാര്യം കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ഓ ഹല്ലേലൂയ, നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്ന മിക്കവാറും ആൾക്കാർക്കറിയാം നമ്മളെല്ലാവരും പാപികളാണ്. നമ്മളാർക്കും ദൈവത്തിന് മുമ്പാകെ നിൽക്കുവാൻ നമ്മൾ അർഹിക്കുന്നില്ല. So when we hear these scripture verses and these things, we all know and we all realize that we are all sinners and we can never stand before God with our sins. പക്ഷെങ്കിലും നമ്മൾ ഇന്ന് ദൈവത്തോട് നന്ദി പറഞ്ഞു. പ്രൈസ് ഗോഡ്, ഈ യേശു ക്രിസ്തു ഹല്ലേലൂയ ഈ ലോകത്തിലേക്ക് വന്നു. ക്രൂശിൽ അവൻ നമുക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അവനിൽ വിശ്വസിക്കുന്നത് കൊണ്ട് നമുക്ക് ദൈവത്തിന്റെ അടുക്കലേക്ക് പോകാൻ സാധിക്കും. But today morning we thank God, we praised Him because Jesus Christ came into this world. He died for our sins and He was buried and He rose again. And everyone who believes in Jesus Christ, they have been given the right to come into the very presence of God. എത്ര പേർക്ക് സന്തോഷമുണ്ട് ഈ ദൈവത്തോട് ഇങ്ങനെ ഒരു ബന്ധമുള്ളതിൽ? How many of us are happy that we have such a relationship with God? Hallelujah. Hallelujah. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. I am very glad about it. ചിലർക്ക് ഇത്രയും സന്തോഷമാണ്. വലിയ സന്തോഷമൊന്നുമില്ല, പക്ഷേ ഹല്ലേലൂയ, ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ ദൈവം, ആ ദൈവവുമായിട്ടൊരു ബന്ധം, ആ ദൈവത്തെ നമുക്ക് പിതാവായിട്ട് വിളിക്കാം, പിതാവെന്ന് വിളിക്കാം. ഹല്ലേലൂയ, ഏത് സമയത്തും നമുക്ക് അവന്റെ കൂടെ അവന്റെ അടുക്കലേക്ക് പോകാം. നമ്മൾ അവന്റെ കൂടെ നടക്കുവാനായിട്ടുള്ള ഇത്ര വലിയൊരു പദവി അവൻ നൽകി. ഹല്ലേലൂയ, അതിൽ ഞാൻ സന്തോഷിക്കുന്നു. Oh, I am so glad that the God who created the heavens and the earth has called us to walk with Him, to have a relationship with Him and come into His very presence, calling Him Abba, Father. ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന ആൾക്കാരോട് എനിക്ക് ചോദിക്കാനായിട്ടുള്ള ഒരു കാര്യമുണ്ട്. Today morning I have to ask a question to everyone who is listening to me. നിങ്ങൾ എത്ര പേർക്ക് ഈ ദൈവത്തെ അറിയാം? How many of you know this God? ഈ ദൈവത്തെ നിങ്ങൾ എത്ര പേർക്ക്, ഒരുപക്ഷേ ഈ ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരിക്കാം. Maybe you may have received certain blessings from this God. നിങ്ങളുടെ ശരീരം തന്നെ നിങ്ങൾക്ക് ദൈവം ഒരു ദാനമായിട്ട് തന്നതാണ്. God has given your very bodies as a blessing. ഈ ലോകത്തിലെ നമ്മൾ കണ്ണു തുറന്ന് നോക്കിയാൽ ഇതൊക്കെ ദൈവം നമുക്ക് ദാനമായിട്ട് നൽകിയിരിക്കുന്നതാണ്. And when we look around and we see everything that is created in this world and everything that we have or see around us, it's a gift from God. പക്ഷേ എന്റെ ചോദ്യം, ഇങ്ങനെ ദൈവം എന്തെങ്കിലും നിങ്ങൾക്ക് നൽകിയോ ഇല്ലയോ എന്നല്ല, നിങ്ങൾക്ക് ഈ ദൈവവുമായിട്ടൊരു ബന്ധമുണ്ടോ? But my question is not that has God given you something, but my question is, do you have a relationship with this God? ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കട്ടെ, നിങ്ങൾ അവന്റെ അടുക്കലേക്ക് വരണം. And in case you don't have a relationship, I would encourage you to come to Him. നിങ്ങൾ അവനിലേക്ക് തിരികെ വരണം. And you must turn away from your sins back to God. നിങ്ങൾ പാപത്തെ വിട്ട് അവന്റെ അടുക്കലേക്ക് വരണം. You must repent of your sins and turn to God. നിങ്ങൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം. You must believe in Jesus Christ. അവൻ ക്രൂശിൽ നിങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെ പറ്റി വിശ്വസിക്കണം. You must believe in what Jesus has done for you on the cross. ഹല്ലേലൂയ, നിങ്ങൾ അവന്റെ പിന്നാലെ നടക്കണം.
and you must walk with him and you must follow him. ഹല്ലേലൂയ. അങ്ങനെ നടക്കുന്നവർക്ക് ദൈവം പുതിയ ജീവൻ നൽകും. And to those who follow him and walk with him, God gives a new life. ദൈവം പുതിയ സൃഷ്ടിയാക്കും. God makes them new creations. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. ഓ, എന്തോ ഒരു വലിയൊരു ഗിഫ്റ്റാണ്, എന്തോ ഒരു വലിയൊരു ദാനമാണ് ഈ ദൈവവുമായിട്ടുള്ള ബന്ധം. Oh, what an amazing gift is this relationship with our God. ഞാൻ പറയട്ടെ, ഇന്ന് എനിക്ക് പ്രത്യേകിച്ച് ഒരു അസുഖമൊന്നുമില്ല. ഇനിയിപ്പം നാളെ എന്തെങ്കിലും അസുഖം വന്നു, എന്തെങ്കിലും ആക്സിഡന്റ് വന്നു, എന്തോ വന്നാലും എന്നിൽ നിന്ന് എടുത്തു മാറ്റാൻ പറ്റാത്ത ഒരു കാര്യമാണ് ദൈവവുമായിട്ടുള്ള ഈ ബന്ധം. And let me tell you, today I am quite healthy and fit, but tomorrow if I fall sick or if I suffer an accident, even then nothing can take away this relationship with my God. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. Apostle Paul says, if God is for us, who can be against us? ഈ വലിയ ദൈവ സ്നേഹത്തിൽ നിന്ന് എന്നെ എന്തിനു മാറ്റി നിർത്താൻ പറ്റും? And who can separate me from this love of God? That's what Apostle Paul says. കോവിഡിനും മാറ്റി നിർത്താൻ പറ്റത്തില്ല. Not even COVID can separate me from the love of ക്യാൻസറിനും God. മാറ്റി നിർത്താൻ പറ്റത്തില്ല. Not even cancer can separate me from the love of ലോകത്തിലുള്ള God. ഒരു പ്രശ്നത്തിലും ഈ ദൈവ സ്നേഹത്തിൽ നിന്ന് എന്നെ മാറ്റി നിർത്താൻ പറ്റത്തില്ല. No problem in this world can separate me from the love of God. ഒരു കാരാഗ്രഹത്തിനും ഈ ദൈവ സ്നേഹത്തിൽ നിന്ന് എന്നെ മാറ്റി നിർത്താൻ പറ്റത്തില്ല. No imprisonment can separate me from this love of God. ഓ, എത്ര വലിയ ദാനമാണ് ഹല്ലേലൂയ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. Oh, we have received such an amazing gift of this love of God. ഈ ദാനം ലഭിക്കാത്തവർ ഇന്ന് എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ അടുക്കലേക്ക് പോകണം. And if any one of you hearing me has never received this gift, you must go to God. യേശയ്യാ 55 ഇങ്ങനെ പറയുന്നു. 55ന്റെ 1 ഒന്ന് വായിക്കാമോ? Isaiah 55 verse 1 says like this. Let's read Isaiah 55 verse 1. ഹല്ലേലൂയ. അല്ലയോ ദാഹിക്കുന്ന ഏവരും ദ്രവ്യമില്ലാത്തവരുമായ ഉള്ളോരെ, വെള്ളത്തിന് വരുവീൻ, വന്ന് വാങ്ങി തിന്നുവീൻ. നിങ്ങൾ വന്ന് ദ്രവ്യവും വിലയും കൂടാതെ വീഞ്ഞും പാലും വാങ്ങിക്കൊള്ളുവീൻ. ഓ, നിങ്ങൾ ഇന്ന് ദാഹിക്കുന്നവരാണോ? Are you thirsty today? നിങ്ങൾക്ക് ദൈവത്തിന് വേണ്ടി ദാഹമുണ്ടോ? Are you thirsty for God? എങ്കിൽ നിങ്ങൾ അവന്റെ അടുക്കലേക്ക് വരണം. If you are, then you must come to God. നിങ്ങൾ ഇങ്ങനെ പറയുന്നത്, അയ്യോ ഞങ്ങളുടെ കയ്യിൽ പണമില്ല. You may say, oh, we don't have money. കുഴപ്പമില്ലെന്നേ, പണമില്ലെങ്കിലും നിങ്ങൾ അവന്റെ അടുക്കലോട്ടൊന്ന് വാ, അവൻ പണം ചോദിക്കുന്നില്ല. No problem. If you don't have money, just come to God. He's not asking you for your money. ഓ, ഞങ്ങള് വളരെ അയ്യോ സുനിൽ ബ്രദറെ, ഞാൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, ഞാൻ മഹാ തറയാണ്, ഞാൻ വളരെ കുഴപ്പക്കാരിയാണ്. അയ്യോ, ഇനി അങ്ങനെ ആണെങ്കിലും നിങ്ങളതൊന്ന് അംഗീകരിച്ചിട്ട് നിങ്ങളെ കർത്താവേ എന്നെ ഈ പാവങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് നിങ്ങൾ അവന്റെ അടുക്കലേക്ക് വന്നാൽ നിങ്ങൾ രക്ഷപ്പെടും. You may say, Sunil brother, I am such a worst of sinners. I am such a bad person. I can't come to God. But God says, no problem. Just acknowledge your sins and turn to Him. He will accept you. ഹല്ലേലൂയ. ഞാൻ സന്തോഷമുള്ളവനാണ്. Hallelujah. I am a glad person. ഹല്ലേലൂയ. ഈ സന്തോഷം ആർക്കും നമ്മുടെ ഉള്ളിൽ നിന്ന് എടുത്തു മാറ്റാൻ സാധിക്കത്തില്ല. And nobody can ever take this gladness from our hearts. നിങ്ങൾക്കറിയാമോ, അതുകൊണ്ടാണ് കാരാഗ്രഹത്തിലെ പാതിരാത്രിക്ക് പൗലോസും ശീലാസും പാട്ടുപാടുകയാണ്. സോറി, അവിടെ ഗിറ്റാർ ഉണ്ടെന്ന് അറിയത്തില്ല, പക്ഷെ അവർ പാട്ടുപാടുകയാണ്. And do you know, in the middle of the night, in a prison, Paul and Silas were singing to God. ഇപ്പോഴത്തെ ജയിലുകൾ പോലല്ല. ഇപ്പോഴത്തെ ജയിലിലൊക്കെ ലൈബ്രറി ഉണ്ട്, ടേബിൾ ടെന്നീസ് കളിക്കാം, പല പരിപാടികൾ ചെയ്യാം. പക്ഷെ അന്നത്തെ ജയിൽ അങ്ങനത്തെ അല്ല. The jails nowadays that we have, they have a lot of facilities. They can play table tennis, they have libraries there. But the jail in those times were not like that. ഞാൻ കേൾക്കുന്നു നമ്മുടെ പൂജപ്പുര ജയിലിലൊക്കെ വളരെ സമയത്ത് നല്ല ബാലൻസ്ഡ് ഡയറ്റ്, സമീകൃത ആഹാരം ലഭിക്കും.
I came to know that in Pujapura jail, they give balanced diet at the right time every day to the prisoners. പക്ഷെ അന്നത്തെ ജയിൽ അങ്ങനെയല്ലായിരുന്നു. But the jail in Paul's times were not like that. എന്നിട്ടും പൗലോസ് സന്തോഷിക്കുകയാണ്. And in spite of that, Paul was rejoicing. അത് മാത്രമല്ല, പിന്നെ ഒരു സമയത്ത് കാരാഗൃഹത്തിൽ ഇരുന്നുകൊണ്ട് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുവാണ്, നിങ്ങൾ സന്തോഷിപ്പീൻ. And not only that, later on in his letter to the Philippians, while Paul was in jail, he is encouraging the believers of Philippi to rejoice in the Lord. ഹല്ലേലൂയ! എത്ര വലിയ രക്ഷയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. Hallelujah! What a great salvation God has given us. ആ വലിയ രക്ഷയിൽ നടക്കുന്ന ആൾക്കാരെ ഇന്ന് എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇന്ന് യൂട്യൂബിൽ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ അടുത്തിരിക്കുന്നവരോടൊന്ന് പറ, ഓ ദൈവം വലിയ രക്ഷയാണ് എനിക്ക് തന്നിരിക്കുന്നത്. ആ സന്തോഷം നിങ്ങൾ ഒരാളോടൊന്ന് പറ. So all those who are hearing me now, even those who are hearing me through YouTube, please tell to another person, God has given us an amazing നിങ്ങൾ ഹൃദയം salvation. കൊണ്ട് പറ, വേറൊരാളോട് പറ. ദൈവം നിങ്ങൾക്ക് അത് ലഭിച്ചിട്ടില്ലെങ്കിൽ പറയരുത്, കള്ളം പറയരുത്. പക്ഷേ ആ വലിയ രക്ഷ ലഭിച്ച് ആ സന്തോഷം ലഭിച്ച ആൾക്കാരെ അടുത്തിരിക്കുന്നവരോടൊന്ന് പറ, ദൈവം എത്ര വലിയ രക്ഷയാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. All those who have received this salvation and who are full of joy of this salvation, please tell another person, God has given us a great salvation. നിങ്ങൾ ഇരിക്കുന്നിടത്ത് ഒന്ന് എഴുന്നേറ്റ് കെട്ടിപ്പിടിക്കരുത് ആരെയും. പക്ഷേ അടുത്ത് ചെന്ന്, ഞാനിവിടെ ഒരു തമാശ കോമഡി നടത്തുമല്ല, പ്ലീസ് നിങ്ങളുടെ ഹൃദയം കൊണ്ട് നിങ്ങൾ ഒരാളോട് പറ, എനിക്ക് ആ വലിയ സന്തോഷം ലഭിച്ചതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഹല്ലേലൂയ! തിരികെ വന്നാട്ടെ. ഒരാളോട് പറഞ്ഞാൽ മതി സെൽവി, ഒരാളോട്. കുഴപ്പമില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ! താങ്ക് യു ജീസസ്. ഇനിയും ഇവിടം തൊട്ടുള്ള എൻ്റെ സന്ദേശം ഈ രക്ഷയിൽ നടക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ്. Now my message from now onwards would be addressed to the people who are walking in this great ബാക്കിയുള്ളവർ salvation. ഇറങ്ങിപ്പോണ്ട. So those who are not saved, they need not go out. നിങ്ങളും കേക്ക്, ദൈവം പ്രവർത്തിക്കും. You must also listen because God will work. അപ്പൊ എൻ്റെ ചോദ്യം ഇതാണ്, ദൈവം നമ്മളെ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷിച്ചു. God has delivered us from the punishment of sin. നിത്യനാശത്തിൽ നിന്ന് അവൻ നമ്മളെ രക്ഷിക്കുന്നു. He has delivered us from eternal damnation. അപ്പൊ ഇനിയുള്ള ജീവിതത്തിൽ So in our life on forward, നമുക്ക് എത്ര പാപം ചെയ്യാം? how much can we sin? That's my question. എത്ര പാപം ചെയ്താൽ കുഴപ്പമില്ല? How much are we allowed to sin and get away with it? സാധാരണ നമ്മൾ ഈ പരീക്ഷയൊക്കെ എഴുതുമ്പോൾ അല്ലെ എക്സാം കോഴ്സൊക്കെ പഠിക്കുമ്പോൾ ഒരു 95% ഒരാൾ കിട്ടിയ നല്ല പെർസെൻറ്റേജ് ആണെന്നേ നമ്മൾ പറയത്തുള്ളൂ. Usually when we write exams, if a candidate, he gets 95% marks, we would say, oh, he has got good marks. അപ്പം നമ്മുടെ ജീവിതത്തിൽ ദൈവം പറയുന്ന 100 കാര്യത്തിൽ 5 കാര്യം നമ്മൾ ചെയ്തില്ലേലും കുഴപ്പമില്ല, ആണോ? So similarly, in our own lives, if God has given 100 commandments and if we don't do 5 of them, is it okay? അല്ലെങ്കിൽ 98 ആയാലോ, 98%, അത് നെയ്ച്ചൂടെ നല്ലതല്ലേ? And if we obey 98% of the commandments, isn't that good enough? ഈ അടുത്തിടയിൽ
മാധ്യമങ്ങളിൽ കൂടി ഒരുപക്ഷെ നിങ്ങൾ ചിലരെങ്കിലും അറിഞ്ഞു കാണും, അറിഞ്ഞില്ലെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കുവാണ്. രവി സക്കറിയാസ് എന്ന് പറയുന്ന വളരെ അറിയപ്പെട്ട ദൈവത്തിൻ്റെ ഒരു ദാസൻ അമേരിക്കയിൽ ഉണ്ടായിരുന്നു. Recently, through the media and all, we came to know a certain news about the man of God in America named Ravi Zacharias. വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ദൈവദാസൻ. He was a wonderful man of God. പല വർഷങ്ങളായിട്ട് അദ്ദേഹം ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചു വന്ന ഒരു ദൈവദാസനാണ്. He has been a man of God who has been working for God for several years. ഈ ലോകത്തിലെ എനിക്കറിയത്തില്ല ഇനിയും ചില പുള്ളി പോവാത്ത രാഷ്ട്രങ്ങളൊക്കെ ഉണ്ടോ എന്ന്. I don't know if he has not gone to any particular country. ദൈവത്തിന്റെ സത്യങ്ങള് അതിനു വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. He was a man who would stand strong in the truths of God. പ്രത്യേകിച്ച് നിരീശ്വരവാദികളോടൊക്കെ ക്രിസ്തീയ വിശ്വാസത്തിന്റെ സത്യം ഉയർത്ത് കാണിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. He was a person who would lift up the truths of God before atheists. അപ്പോളജറ്റിക്സ് എന്ന് പറയുന്ന ആ മേഖലയിലെ ഏറ്റവും മുൻപന്തിയിൽ നിന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. He was in the forefront of the field of apologetics. കഴിഞ്ഞ വർഷം അദ്ദേഹം മരിച്ചു. He passed away. He went to be with the Lord last year. എന്നാൽ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം കുറെ ആൾക്കാർ കംപ്ലൈന്റ് ചെയ്തു, കുറെ സ്ത്രീകൾ. But after his death, a few women raised up complaints against him. അതായത് അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ഈ സ്ത്രീകളെ കുറച്ച് ലൈംഗികമായിട്ട് പീഡിപ്പിച്ചു എന്നുള്ള രീതിയിൽ. These women said that when he was alive, he had sexually harassed these women. അപ്പൊ പലരും പറഞ്ഞു, അയ്യേ ഇത് എന്താണ്, ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ട് ഇനി ഒരാൾ മേളിൽ ഇങ്ങനെ ചെളിയെറിയുകയാണ്, ഇത് വളരെ തെറ്റാണ്, ഇത് അയാളെ അദ്ദേഹത്തെ തന്നെ ഡിഫെൻഡ് ചെയ്യാൻ പോലും ഇല്ലല്ലോ എന്ന് വരെ ആൾക്കാർ പറഞ്ഞു. So people, when they heard this complaint, said, this is not right, slinging mud at a person when he's not even alive. He can't even defend himself now. പക്ഷേ ഈ കഴിഞ്ഞ മാസം രവി സക്കറിയാസ് ഇന്റർനാഷണൽ മിനിസ്ട്രീസിന്റെ ആൾക്കാര് അവര് ഒരു ഇതിനു മുമ്പ് അവരൊരു അവരുടെ സൈഡിൽ നിന്ന് അന്വേഷിക്കാനായിട്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കിയായിരുന്നു. But last month, the people concerned in the Ravi Zacharias International Ministries, they formed a committee to really look into this matter. അവര് ഒരു ഏജൻസി ഏൽപ്പിച്ചായിരുന്നു. They had entrusted a detective agency for this. ആ ഏജൻസിയെ ഒരു ഇന്ററിം റിപ്പോർട്ട് കൊടുത്തു. And that detective agency gave an interim report. ആ റിപ്പോർട്ടിനകത്ത് വന്നതെന്ന് വെച്ചാൽ ഈ പറഞ്ഞതിൽ സത്യമുണ്ട്. And the report was that there has been truth in these complaints. ആ ആരോപണങ്ങളിൽ സത്യമുണ്ടെന്ന് മാത്രമല്ല വേറെ ചില കാര്യങ്ങളും ഒരുപക്ഷെ കാണും. അതിന്റെ ഫൈനൽ റിപ്പോർട്ട് ചിലപ്പോൾ അടുത്ത മാസവും വല്ലതും വരാനും. Not only were these allegations right, but there are many more things involved, and the truth of these would be released probably next month. വളരെ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണിത്. These are shocking news. വളരെ വിഷമിപ്പിക്കുന്ന കാര്യമാണിത്. These such types of news breaks our heart. ഒരുപക്ഷെ ഇന്നത്തെ പത്രം ഞാൻ മലയാളത്തിൽ വായിച്ചില്ല, പക്ഷേ അതിനകത്തോ നിങ്ങൾ വേറെ ചില വളരെ അറിയപ്പെടുന്ന സ്ഥാപനത്തിനെതിരെ റെയ്ഡ് നടക്കുന്നു, പണം എല്ലാം അവിടെ കണ്ടെത്തുന്നു എന്നൊക്കെ നമ്മൾ കാണുന്നു. And we usually hear in the news, I didn't read today's Malayalam paper, but usually we hear in the news how well-known organizations have been raided for illegal activities. Illegal financial activities. ഞാനിപ്പോൾ ഈ ചില ആൾക്കാരെ പറ്റിയോ ആ ചില സ്ഥാപനങ്ങളെ പറ്റിയോ സംസാരിക്കാനായിട്ടല്ല ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. I am not standing here to talk against such organizations right now. അല്ലേ പ്രത്യേക ഇനി ഇവിടെ ഒരു അന്വേഷണം നമ്മൾ ഇവിടെ നിർത്തിക്കൊണ്ട് നടത്തണം, അതിനു വേണ്ടിയല്ല ഞാൻ നിൽക്കുന്നത്. I am not standing here to form a committee to look into such matters. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു സിനാരിയോ, അതായത് ഒരു സാഹചര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. ഓക്കെ, I am putting before you a scenario right now. പാസ്റ്റർ ജെഫി ക്ഷമിക്കണം, ഞാൻ ജസ്റ്റ് പാസ്റ്റർ ജെഫിയുടെ ഒരു എക്സാമ്പിൾ ഒന്ന് എടുത്തോളേ. So Pastor Jeffy, I hope you would excuse me if I take your example. നിങ്ങളെല്ലാം ചിന്തിക്കേ, ഈ സാത്താൻ പാസ്റ്റർ ജെഫിയുടെ അടുത്തോട്ട് പോവുകയാണ്. Just imagine that Satan
comes to Pastor Jeffy. ഓക്കെ, നിങ്ങളെല്ലാം മനസ്സിലാക്കണം. സാത്താൻ വരുമ്പോൾ സാത്താൻ എന്നിവിടെ എഴുതി വെച്ചിട്ടില്ല, ഞാൻ സാത്താനാ എന്ന് പറയത്തില്ല, ആ ചിന്ത വരുവാണ്. And Satan doesn't personify himself and says, I am Satan, or nothing is written on his forehead. He comes and brings a thought. അപ്പോൾ അദ്ദേഹം എല്ലാവരും ശ്രദ്ധിച്ചേക്കണം. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബേസിൽ ഞാൻ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കാൻ പോവുകയാണ്. I would like you all to listen carefully, because after this I'm going to ask you a question. ആ ചിന്ത ഇങ്ങനെ വരുന്നു. നിങ്ങൾ വളരെ ചെറുപ്രായത്തിൽ തന്നെ ദൈവത്തെ അറിഞ്ഞതല്ലേ? So the thought comes to Pastor Jeffy like this. Hey, you've been a person who has known God since a very young age. 10-18 വയസ്സായപ്പം തൊട്ടേ, ആ സമയം തൊട്ടേ കർത്താവിനെ, ഓക്കെ, ഏറെക്കുറെ ആ സമയം തൊട്ടേ കർത്താവിനെ അറിയാൻ തുടങ്ങി. You've been knowing the Lord since around 18 years of age. പിന്നെ ബൈബിൾ കോളേജിൽ പോയി. Then you went to Bible college. പെട്ടെന്ന് തന്നെ ഫുൾ ടൈം മിനിസ്ട്രി, പാസ്റ്ററൽ അങ്ങനത്തെ ഒരു മിനിസ്ട്രിയിലേക്ക് അദ്ദേഹം കടന്നു. And soon after that you entered into pastoral ministry. നിങ്ങൾ ഒരു 10-40 വർഷത്തിൽ കൂടുതലായി ഈ ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ തുടങ്ങിയിട്ട്. And you have been walking with the Lord for more than 40 years. നിങ്ങൾ വളരെ കഴിവുള്ള മനുഷ്യനാണ്. You are a very capable man. നിങ്ങൾ നിങ്ങളുടെ ആ സകല കഴിവും ഈ ദൈവരാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മനുഷ്യനാണ്. You have been using all your abilities for the kingdom of God. നിങ്ങൾ നിങ്ങളുടെ ജീവൻ തന്നെ ഈ കർത്താവിന് വേണ്ടി ഒഴുക്കിയ ഒരു വ്യക്തിയാണ്. You have poured out your very life for the kingdom of God. അപ്പോൾ ഇത്രയൊക്കെ ചെയ്ത സ്ഥിതിക്ക് 1-2 പാവമൊക്കെ ചെയ്താൽ കുഴപ്പമില്ലെന്ന്. So in that case, it's okay for, committing just 1 or 2 sins. ദൈവം മഹാദയവും കരുണയുള്ളവനാണ്. God is very merciful. He's compassionate. He will understand. അവൻ കണ്ണടച്ചോളൂന്നേ, കുഴപ്പമില്ലെന്നേ. He will ignore your sins. It's okay. ഇത്രയും ഒക്കെ നീ ചെയ്തതല്ലേ, ആ ദൈവം ഇതെല്ലാം കാണുന്നില്ലേ നീ ചെയ്തതൊക്കെ? God has seen all your labor, so it's fine if you just commit 1 or 2 sins. കുഴപ്പമില്ലെന്നേ, ശരിയൊക്കെ ഒന്ന് come on. ഇത്രയും അങ്ങ് ഹോളി ആകേണ്ട ആവശ്യമുണ്ടോ? ഇത്രയും അങ്ങ് വിശുദ്ധി ആകേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ ഇത്രയും ഓൾറെഡി വിശുദ്ധനല്ലേ? Come on, is it really necessary to be so holy? You're already very, very holy. ഇങ്ങനെ ഒരു ചോദ്യം പാസ്റ്റർ ജെഫിയുടെ മനസ്സിൽ, അല്ലെ ഒരു കാര്യം പുള്ളിയുടെ മനസ്സിൽ വന്നാൽ അദ്ദേഹം എങ്ങനെ അതിനോട് പ്രതികരിക്കണം? Suppose such a question enters Pastor Jeffy's mind, how do you think should he reciprocate or respond? ഞാൻ പറയട്ടെ, ഈ ബാങ്കിലും ഇൻഷുറൻസ് കമ്പനിയിലും ഒക്കെ ജോലി ചെയ്യുന്ന യങ് ആൾക്കാരുണ്ട്. There are young people who are working in banks or insurance companies. അവര് മൊത്തം വർഷം ഈ ടാർജറ്റ് എന്നും പറഞ്ഞു ഭയങ്കരമായിട്ട് അവരിട്ട് ജോലി ചെയ്യിപ്പിക്കും. And they are under so much pressure to work and complete their targets. പിന്നെ അത്രയും ചെയ്യുമ്പോൾ അവർക്ക് എന്തോ കിട്ടണം. And once they reach that target, what do they expect? എന്തോ കിട്ടണം പറ? ഇൻസെന്റീവ് കിട്ടണം. So they should get an incentive. അവർക്ക് ബാങ്കോക്കിലോ വേറെ എവിടെയെങ്കിലും ഒരു ട്രിപ്പ് കിട്ടണ്ടേ? They should get a trip to Bangkok or to some other beautiful place. ചില ആൾക്കാർക്കെങ്കിലും മനസ്സിലായി കാണും ഞാൻ ബാങ്കോക്ക് എന്നെടുത്ത് പറയാൻ കാര്യം എന്താ. So why did I specifically say Bangkok? Some of you might have understood. എന്തായാലും ഇത്രയും അങ്ങ് കിടന്ന് കഷ്ടപ്പെട്ടതല്ലേ, കുറച്ചൊക്കെ ഒന്ന് എൻജോയ് ചെയ്തോ? Oh, you've been slogging for such a long time. Now you enjoy for some time. ഇങ്ങനെ ഒരു ചിന്ത രവി സക്കറിയാസിന് വന്നോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ വന്നായിരുന്നെങ്കിൽ ഞാൻ ആശ്ചര്യപ്പെടുന്നില്ല. I don't know if such a thought came to Ravi Zacharias, but if it did, I'm not surprised. നീ ഇത്രയും ദൈവത്തിന് വേണ്ടി കിടന്ന് കഷ്ടപ്പെടുന്നതല്ലേ? You have been slogging for God for so long. സുനിലേ, നീ ദൈവത്തിന് വേണ്ടിയാണല്ലോ ജീവിക്കുന്നത്. Sunil, you have been living for God. നീ ഇടത്തോട്ടും വലത്തോട്ടും നോക്ക്, നിനക്ക് 97% ഉണ്ട്, വേറെ ഒരുത്തന്മാരൊക്കെ 30% കിടക്കുകയാണ്. Just look to the right, look to your left, look at the other people. They have reached only 30% of holiness, but you will get 97 to 98% for your holiness. അപ്പൊ എന്താണ് കുഴപ്പമില്ലെന്നേ?
So it's okay if you commit some sin. ഓ, ആ ഫുൾ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല സുനിലെ. Sunil, there's no need to pay your tax in full. അയ്യോ സുനിലെ, നീ എടാ അത് ബില്ലില്ലാതെ അങ്ങ് മേടിച്ചാൽ മതിയല്ലോ. എന്താണ് നിനക്ക് സെയിൽ ടാക്സ് കൂടെ സർക്കാരിന് കൊടുക്കുക? ഏതായാലും സർക്കാരിന് കൊടുത്താൽ അവരതുകൊണ്ട് സ്റ്റാച്യു ഉണ്ടാക്കും. Sunil, it's okay if you don't take the bill, because if you get the bill, then you'll have to pay the sales tax. No need to pay the sales tax. The government anyway uses it to build statues. സുനിലെ, കുഴപ്പമില്ലടാ. നീ ആ ഒരു ഡേറ്റിംഗ് സൈറ്റിൽ അല്ല, ഭാര്യ ഉണ്ട്, എന്നാലും വല്ലപ്പോഴുമെങ്കിലും ഒന്ന് ഹലോ ഹായ് എന്നൊന്ന് ചാറ്റ് ചെയ്താൽ കുഴപ്പമില്ലടാ. Sunil, it's okay to get into that dating site and chat with one or two women once in a while. Yeah, I know you have a wife, but it's okay. കുഴപ്പമില്ലടാ. അതേണ്ട അയലൊക്കത്തെ അവന് തേണ്ട എന്നും ഭാര്യമായിട്ട് അടിയാ. നീ ആന്നേല് മാസത്തിൽ ഒരിക്കൽ അടിക്കത്തുള്ളല്ലോ. Oh, your neighbor, look at him. He is fighting his wife every day. You fight with her, your wife, just once a month. So it's okay. നീ നീ ജോലി സ്ഥലത്ത് ഇച്ചിരൂടെ അവിടുത്തെ ലേഡീസിനോടൊക്കെ ഇച്ചിരൂടെ സൊല്ലിയാലും കുഴപ്പമൊന്നും ഇല്ലെന്നേ. Oh, it's okay if you just get closer with one or two women in your workplace. It's fine. എന്താണെന്ന് വെച്ചാൽ നിന്റെ ജീവിതം തന്നെ നീ ദൈവത്തിന് കൊടുത്തതാ. ദൈവത്തിന് അതറിയാം. Because God knows that you have surrendered your life to God. അവന്റെ രക്തം നിന്റെ സകല പാപത്തെയും മറയ്ക്കും. The blood of Jesus Christ will wash away every sin of yours. ഈ ലാസ്റ്റ് പറഞ്ഞത് പരിശുദ്ധാത്മാവല്ല, സാത്താനാണ്. The one who quoted this verse just now is not Holy Spirit, it's Satan. നിങ്ങൾക്കറിയാമോ, സാത്താനും വചനം പറയും, പക്ഷെ തെറ്റായ സ്ഥലത്താണ് വചനം പറയുന്നത്. ആ പോയിന്റിലല്ല. ഇപ്പം അവന്റെ രക്തം നമ്മുടെ സകല പാപത്തെ മറയ്ക്കുമെന്ന് പറയേണ്ടത് അതുകൊണ്ട് പാപം ചെയ്തോ എന്ന് പറയുമ്പോഴല്ല ആ വാക്യം വരേണ്ടത്. I hope you're aware that Satan quotes scriptures, but at the wrong times and wrong occasions. Satan is trying to say that since God cleanses, the blood of Jesus cleanses us from all sins, so you have the license to sin. That's not what God says. അല്ല സുനിൽ, നീ എന്തുവാ ഈ പറയുന്നേ? പാപം ചെയ്യാതെ ഈ ലോകത്തിൽ ആർക്ക് ജീവിക്കാൻ പറ്റും? Oh, come on, Sunil, what are you saying? How can anybody in this world live without sinning? ഒന്ന് യോഹന്നാൻ പറഞ്ഞിട്ടില്ലേ പാപമില്ലാത്തവൻ ആരുമില്ലെന്ന്? Doesn't 1 John say that there's no one who doesn't sin? ഒന്ന് തുറന്ന് വായിച്ച്. ഒന്ന് യോഹന്നാൻ 1-ാം അധ്യായം. Let's read 1 John chapter 1. ഒന്ന് യോഹന്നാൻ 1-ാം അധ്യായം അതിന്റെ 8ഉം 10ഉം വാക്യങ്ങൾ വായിച്ചാട്ടെ. Let's read 1 John chapter 1 verse 8 and 10. പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു എന്ന് പറയാം, അത് അവനിലും നിങ്ങളിലും സത്യമായിരിക്കുന്നു. ഇരുട്ട് നീങ്ങിപ്പോകുന്നു, സത്യവെളിച്ചം ഇതാ പ്രകാശിക്കുന്നു. വെളിച്ചത്തിൽ 8ാം വാക്യം വന്ന് വായിക്കുന്നേ. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. നമുക്ക് പാപമില്ല എന്ന് പറയുന്നെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ വഞ്ചിക്കുന്നു. ഓക്കെ, സത്യം നമ്മിൽ ഇല്ലാതെയായി. ഇനി 10ാം വാക്യം, നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നുവെങ്കിൽ അവനെ അസത്യവാദിയാക്കുന്നു. അപ്പം സാത്താൻ നമ്മളോട് പറയും, എടേ പാപം ഇല്ലാത്തവരാരുമില്ല, പാപം ചെയ്യാത്തവരാരുമില്ല. പാപം ഇല്ലെന്ന് പറഞ്ഞാൽ നീ അത് സത്യമാണ് കേട്ടോ. സാത്താൻ പറയുന്ന എല്ലാം കള്ളൊന്നുമല്ല. നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ആരും ചിന്തിക്കരുത് സാത്താൻ പറയുന്ന എല്ലാം കളവാണ്. അതിനകത്ത് പല സത്യം പറഞ്ഞാലേ നമ്മൾ വിശ്വസിക്കത്തുള്ളൂ. എന്നാൽ പിന്നെ കുറച്ച് കള്ളം കൂടെ ഉണ്ടായിരിക്കും. If Satan says that, oh, there's no one who is without sin, there's partial truth in it. It's not completely a lie. There's a partial truth in it. But when he repeatedly says that, it is so that he can bring us under deception. ശരിയാ. ഈ മുറിക്കകത്ത് ഞാനിപ്പം പാസ്റ്റർ ജെഫിയുടെ ഉദാഹരണം എടുത്തു. ഇനി ഏത് പാസ്റ്ററോ ഇവ പാപം ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ ഈ ലോകത്തിൽ? So it's a true statement which Satan said that there's nobody in this world who is without sin. I just took the example of Pastor Jeffy, but everybody in this room, we all are, none of us can say that we are without sin. ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഞാൻ ഉൾപ്പെടെ ദൈവം മുമ്പാകെ പറയാൻ പറ്റുമോ എന്നിൽ ഒരു പാപവും ഇല്ല? Can any one of us sitting here, me included, can any one of us say before God that I am without sin? ഇല്ല. No. നമുക്ക് യേശു ക്രിസ്തുവിനാൽ മാത്രമേ പിതാവിൻ്റെ അടുക്കിലേക്ക് വരാൻ സാധിക്കത്തുള്ളൂ.
We can come to the Father only through Jesus Christ. അപ്പം അതിൻ്റെ അടുത്ത് ഇനി പാപം ചെയ്യാമോ? So does that mean now we have the license to sin? 1 യോഹന്നാൻ 1:9 എഴുതിയിരിക്കുന്നത് 1 John chapter 1 verse 9 says, നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ if we confess our sins, അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയെയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. he is faithful and just to forgive us and cleanse us of all unrighteousness. പ്രിയമുള്ളവരെ, നമ്മൾ ദൈവത്തിന്റെ കൂടെ നടക്കുമ്പോൾ അഥവാ പാപം ചെയ്തു പോയെങ്കിൽ, My beloved brethren, while we are walking with God, in case we sin, ഹല്ലേലൂയ, ഈ വാക്യം ഹല്ലേലൂയ എത്ര പ്രാവശ്യം ഞാൻ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. I have used 1 John chapter 1 verse 9 so many ഈ times വാക്യം in my life. ഉപയോഗിച്ചവരൊന്ന് ഒന്ന് കൈ ഇങ്ങനെ ചെയ്താട്ടെ. ഹല്ലേലൂയ, Let's- ഇതിന്റെ പച്ചയിലാണ് നിൽക്കുന്നത്. Everyone who ഹല്ലേലൂയ, has used this word, ഹല്ലേലൂയ, let's ഇതിന്റെ all പച്ചയിലാണ് നിൽക്കുന്നത്. wave our hands. പാപം ചെയ്തു പോയെങ്കിൽ ഇതേ പിടിച്ചോ, ദൈവമേ എന്നോട് ക്ഷമിക്കണമേ എന്ന് ആത്മാർത്ഥതയോടുകൂടി നമ്മൾ പറയുന്നു. And we can cling on to this verse. Everyone who has sinned, we have this verse to cling on to and say, oh God, forgive me of my sins. പക്ഷെങ്കിൽ യോഹന്നാൻ ഈ കാര്യങ്ങളൊക്കെ എന്തിനാ പറയുന്നത്? But why is John saying all these things? അഥവാ നമ്മൾ 1 യോഹന്നാൻ 1-ാം അധ്യായം മാത്രമേ വായിച്ചുള്ളെങ്കിൽ നമ്മൾ വിചാരിക്കും, എന്നാ പിന്നെ കുഴപ്പമില്ല, നമ്മൾ പാപം ചെയ്തിട്ട് നമുക്ക് പിന്നെ സോറി ചോദിച്ചിട്ട് പിന്നെ അങ്ങ് ജീവിക്കാമല്ലോ, കുഴപ്പമില്ലല്ലോ. If we read 1 John chapter 1 alone, then we may think, oh, in that case I can sin and then ask for forgiveness and then move on with our life. അപ്പം ഞാൻ ശാന്തി അറിയാതെ വേറെ ഒരാളെ ചെന്നങ്ങ് കെട്ടും. So in that case, without my wife's knowledge, I may go and marry somebody else. പക്ഷെ പിന്നെ ഞാൻ ശാന്തിയോട് വന്ന് പറയും, ശാന്തിയെ അത് കിട്ടിയപ്പോൾ തന്നെ എനിക്കറിയായിരുന്നു, എൻ്റെ പ്ലാൻ ഇതായിരുന്നു, ഇങ്ങനെ ചെയ്തിട്ട് തിരിച്ചു വന്നിട്ട് ശാന്തി സോറി, എന്ത് ചെയ്യാനാ ഞാൻ കെട്ടിപ്പോയല്ലോ, എന്നാൽ ഒരു കാര്യം ചെയ്യാം, അവളെയും കൂടെ ഞാൻ വിളിച്ചുകൊണ്ട് വരാം, നമുക്ക് രമ്യതയിൽ അങ്ങ് ജീവിക്കാം. So while I was marrying her, I had this idea in my mind that after marrying this lady, I'll go and ask forgiveness from Shanti and say, Shanti, I'm sorry, now that I have married this lady, allow me to bring this lady also home and let's all live in harmony together. ഹലോ, അപ്പം ശാന്തി ഇനി എന്നെ ക്ഷമിക്കണം അല്ലേ? So should Shanti forgive me now? ഇതൊരു പാരബിളാണ്, Now this was said as a parable. ദൃഷ്ടാന്തം. ഇത് ഞാനൊരു ദൃഷ്ടാന്തം നിങ്ങളോട് പറയുകയാണ്. ശാന്തി ഇനി എന്ത് ചെയ്യണം? So what should Shanti do now? ഞാൻ ആ പുള്ളിക്കാരിയും കൂടെ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. I have brought the other woman also into my home. ശാന്തിയുമുണ്ട്. Shanti is also there in that same house. ശാന്തി ഇനിയും ക്ഷമിക്കണോ വേണ്ടായോ? So should Shanti forgive or not? ഞാൻ ക്ഷമ ചോദിച്ചു. സോറി, എന്ത് ചെയ്യാനാ, ഞാനിങ്ങനെ ജോലി, മിനിസ്ട്രി, തിയോളജി പഠനം എല്ലാം സ്ട്രെസ്സിൽ വന്ന് എനിക്ക് ഇത് മാത്രം പോരായിരുന്നു, എനിക്ക് വേറെ ഒരാളെയും കൂടെ വേണമായിരുന്നു, അതുകൊണ്ട് ഞാനങ്ങ് വീണു പോയതാണ്. സോറി, പ്ലീസ് സോറി, എന്നോട് ക്ഷമിക്കണം. I asked forgiveness from Shanti. I said, Shanti, I was so stressed out with all my work, my ministry, my theology studies. So, you were not enough, so I needed one more person. I'm very sorry, Shanti. ശാന്തി ഇനി എന്ത് ചെയ്യണം? So what should Shanti do? ഇതൊരു സെൽ ഗ്രൂപ്പ് ആയിരുന്നു, ഞാൻ ഓരോരുത്തരോടും ചോദിച്ചേനെ. I would have asked each one of you personally if this was a പ്രസംഗവേദി cell ആയതുകൊണ്ട് group. എനിക്ക് അങ്ങനെ ഒരു, പക്ഷേ നിങ്ങൾ അതിന്റെ ഉത്തരം നിങ്ങളൊന്ന് ഫോം ചെയ്യും നിങ്ങളുടെ മനസ്സിൽ. ശാന്തി ഇപ്പൊ എന്ത് ചെയ്യണം പറ. So what should Shanti do? Please form your answers in your own mind. ദൈവം തന്നെയല്ലേ പറഞ്ഞിരിക്കുന്ന ക്ഷമിക്കണമെന്ന്? God has said that she should forgive. അപ്പം പ്രിയമുള്ളവരെ, ശാന്തി ക്ഷമിക്കണം, പക്ഷേ ആ മറ്റേ പുള്ളിക്കാരി ഇനി വീട്ടിൽ പറ്റത്തില്ല.
So, my beloved brethren, Shanti should definitely forgive, but the other woman, she should not be in the house. മറ്റേ പുള്ളിക്കാരിക്ക് ഈ വീട്ടിലൊരു സ്ഥാനവുമില്ല. The other woman has no place in the house at all. ഔട്ട്. അയ്യോ, കല്യാണം കഴിച്ചു പോയല്ലോ. Ayo, but I have married her. ഞാൻ വാക്ക് കൊടുത്തു പോയി. I made a promise. I gave her a promise. വാക്ക് കൊടുത്താൽ അത് മാറ്റരുതല്ലേ? ശരിയല്ലേ? If we have വാക്ക് കൊടുത്തായിരിക്കണം. ഞാൻ വാക്ക് കൊടുത്തു. if we have made a promise with someone, then we should not break it. അല്ലേ? അപ്പൊ ഞാൻ ഈ പുള്ളിക്കാരിക്ക് വാക്ക് കൊടുത്തില്ലായിരുന്നോ? Now, what about the promise I made with Shanti? ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണല്ലേ? നമ്മുടെയൊക്കെ ജീവിതം ഇങ്ങനെ നമ്മൾ കോംപ്ലിക്കേറ്റ് ആക്കിയിട്ടുണ്ട്. Now, this example makes things complicated, but our lives are also complicated in similar ways. വന്നു. It's got entangled in similar ways. പ്രിയമുള്ളവരെ, ക്ഷമയുണ്ട് നമുക്ക്. ദൈവത്തിൽ ക്ഷമയുണ്ട്. My beloved brethren, in God we have forgiveness for our sins. പക്ഷെ വേറെ ഒരാളെ ഫൂളാക്കുന്ന രീതിയിലുള്ള ക്ഷമയല്ല. ഞാൻ ഇവിടെ വന്ന് എനിക്കറിയാം ഇത് ശരിയല്ലെന്ന്, എന്നിട്ടും പോയി കെട്ടിയിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ട് പിന്നെ ഞാൻ ക്ഷമ ചോദിക്കുക. പക്ഷെ എവളെ മാറ്റുന്നുമില്ല. ആഹാ, ഇത് കൊള്ളാമല്ലോ. In God we have forgiveness, but it's not the type of forgiveness which would fool him. For example, I deliberately went and married this woman, and then I am asking for forgiveness, and even after that I am not willing to throw out this lady, then that's something complicated. 1 യോഹന്നാൻ 2:1 വായിച്ചാട്ടെ. 1 John chapter 2 verse 1. എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പീൻ, ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. എൻ്റെ കുഞ്ഞുങ്ങളെ, അതായത് വളരെ സ്നേഹത്തോടെ ഈ യോഹന്നാൻ അപ്പച്ചൻ സംസാരിക്കുകയാണ്. So John is addressing the believers in a very affectionate way as my children. ഈ 1-ാം അധ്യായം മാത്രം വായിച്ചാൽ ചിലരുടെ മൈൻഡിൽ വരും, ഓ അപ്പൊ പിന്നെ നമുക്ക് പാപം ചെയ്യാമല്ലോ. So if we read only 1 John chapter 1, we may think, oh, now we have the license to sin. No. അവിടെ അദ്ദേഹം പറയുന്നത്, എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. പാപം ചെയ്യാതിരിപ്പാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളോട് എഴുതുന്നത്. So 1 John chapter 2 verse 1 says, my beloved children, I write these things to you so that you may not sin. ഇനി ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ, and in case someone sins, അതാണ് ഒരുത്തൻ പാപം ചെയ്യുമ്പോഴെന്നല്ല, ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ, അപ്പം നിങ്ങൾ വിഷമിക്കാതെ, ദൈവം നീതിമാനായിട്ടുള്ള യേശു നമ്മൾക്ക് കാര്യസ്ഥനായിട്ടുണ്ട്. ദൈവം നിങ്ങളെ സഹായിക്കും, നിങ്ങളെ ക്ഷമിക്കും എന്നൊരു കാര്യം അവിടെ എഴുതിയിട്ടുണ്ട്. So in verse 2 it doesn't say when you sin. So in case you sin, we have an advocate who is Jesus Christ, through whom we have the forgiveness of sins. 6-ാം വാക്യം 1 യോഹന്നാൻ 2:6. Chapter 2 verse 6. Let's read chapter 2 verse 6. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവർ, anyone who says that he abides in him, അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. should walk just as Jesus walked. ആര് നടന്നതുപോലെ? യേശു നടന്നതുപോലെ. Just like Jesus walked. യേശു എങ്ങനെയാ നടന്നത്? And how did Jesus walk? ഓ, അവൻ മറ്റുള്ളവരെ സ്നേഹിച്ചു. He loved other people. മറ്റുള്ളവരെ കരുണ കാണിച്ചു. He showed compassion towards other അവൻ people. ദയ കാണിച്ചു. He was merciful. അവൻ സേവിച്ചു. He served them. അവൻ പിതാവിന്റെ ഹിതം ചെയ്തു. He did the will of the Father. അവൻ സന്തോഷത്തോടെ അവൻ പിതാവിനെ അനുസരിച്ചു. He obeyed his Father gladly. അവൻ നടന്നതുപോലെ നമ്മൾ നടക്കേണ്ടതാകുന്നു. And we ought to walk just as Jesus walked. അപ്പം വേറെ ചില ആൾക്കാര്, ഇപ്പം ഞാൻ ഇനിയും വേറെ ഒന്ന് ആക്ടിങ് ചെയ്ത് കാണിക്കാം, സാത്താൻ നമ്മളോട് സംസാരിക്കുന്നത്. And in such cases, now Satan may come and speak to us.
യേശുവിനെ പോലെ നടക്കണമെന്നോ? യേശുവിനെ പോലെ നീ നടക്കോടെ? Now Satan may come and say, walk just as Jesus walked. You're going to walk just as Jesus walked? ഈ പയ്യനോ? You, this chap, huh? നിങ്ങളോ? നിങ്ങൾ യേശുവിനെ പോലെ നടക്കാമല്ലോ? തമാശ. You can walk just as Jesus walked? ഒന്ന് നോക്ക കണ്ണാടിയിൽ ആരാണെന്ന്. ഹലോ, യേശുവിനെ പോലെ നടക്കാൻ ആഗ്രഹിക്കുന്നോ? No അവിടെ way. ഇരിക്കടാ നീ. No way. Just have a look at yourself. നിങ്ങളൊക്കെ ബലഹീനരല്ലേ? Don't you realize that you're weak people? നിങ്ങൾക്ക് എങ്ങനെ യേശുവിനെ പോലെ നടക്കാൻ പറ്റും? How can you walk just as Jesus walked? നടക്കാൻ പറ്റുമോ? Can you? പീറ്റർ പറയുന്നത് ആദ്യമായിട്ട് ഇവിടെ സഭയിൽ വന്നപ്പം മുമ്പിൽ നിന്ന് തന്നെ ചോദ്യമാണ്. ഞാൻ അടുത്തോടെ കഷ്ടപ്പെട്ട് വന്നതാണ്, പാലായി തന്നെ ഇരുന്നാൽ മതിയായിരുന്നു. അല്ല, ഏത് ബേസിലാണ് നിങ്ങൾ യേശുവിനെ പോലെ നടക്കാമെന്നോ? ഇവിടെ വലിയ വലിയ പാസ്റ്റർമാർ, രവി സക്കറിയാസ് ഉൾപ്പെടെ ആൾക്കാരുടെ നടപ്പ് കണ്ടില്ലേ? അപ്പോഴാണോ നീ യേശുവിനെ പോലെ നടക്കാനോ? Big men of God like Ravi Zacharias, he could not walk, and you have the audacity to say that you can walk just like Jesus walked. അപ്പൊ ഇത്രയും കേട്ട് കഴിയുമ്പോൾ നമ്മൾ എന്തോ പറയും? ആ ശരിയാ കേട്ടോ, ഞാനാണെങ്കിൽ വളരെ ബലഹീനനാണ്. So when Satan says all these things, then what is our response? We'll say, yeah, that's right, I'm such a weak person. ഈ പ്രത്യേകിച്ച് നമ്മുടെ വിശ്വാസികളൊക്കെ തമ്മിൽ പലപ്പോഴും വഴക്കുണ്ടാവും. ആഹാ, നിങ്ങളാരാ ചിന്തിക്കുന്നത്? ഞാൻ ഒട്ടും കുറവല്ല. ഇങ്ങനെ അടി ഉണ്ടാക്കിയിട്ട് പാപത്തിൻ്റെ കാര്യം വരുമ്പോൾ നമ്മളെല്ലാവരും ബലഹീനരാണ്. പക്ഷെ അല്ലാതിരിക്കുമ്പോൾ ഭയങ്കര സ്ട്രോങ് ആണ് നമ്മളെല്ലാവരും. Many times when we believers fight and then we try to show off our strength, I say, how dare you talk like that to me? But when it comes to the issue of sin, we'll say, I'm such a weak person, so I could not resist. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഏദൻ തോട്ടത്തിൽ ദൈവം ആദാം ഹവ്വയോട് പറഞ്ഞു, ഈ വൃക്ഷത്തിൻ്റെ ഫലം കഴിച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും മരിക്കും എന്ന് പറഞ്ഞപ്പോൾ സാത്താൻ സർപ്പം അവരുടെ മുമ്പിൽ വന്ന് പറഞ്ഞു, നിങ്ങൾ ഇത് കഴിച്ചാൽ മരിക്കത്തില്ല. അതായത് ദൈവം പറഞ്ഞതിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള കാര്യം വളരെ നാണം കെട്ട് പറഞ്ഞപ്പോൾ ആദാമും ഹവ്വയും അതങ്ങ് വിശ്വസിച്ചു. ഇന്നും ആ കള്ളം പറയുന്ന ആൾകളെ നിങ്ങളോട് വന്ന് പറയും, 1 യോഹന്നാൻ 2:6 ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടായിരിക്കും, പക്ഷെ നിങ്ങൾ ബലഹീനരാണ്, നിങ്ങൾക്ക് യേശുവിനെ പോലെ നിങ്ങൾ ജീവിക്കാനായിട്ട് ട്രൈ ഒന്നും ചെയ്യണ്ട. You must realize that in the Garden of Eden, when God very clearly told Adam and Eve not to eat of the tree of of the knowledge of good and evil, the day you eat it, you will die. And Satan crept in and very shamelessly told them that no, you will not die. And Adam and Eve totally believed the word of Satan. And even today, just like that, what happened that day, Satan tries to come and stealthily creep in and bring words which oppose the word of God and deceive us and cause us to fall into temptation. പാസ്റ്റർ വിനോദ് നമ്മളെ പഠിപ്പിച്ചു 2 കൊരിന്ത്യർ 10:4-5 we take every thought captive that raises itself up against the knowledge of God. ദൈവത്തിൻ്റെ ജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ചിന്തകളെയും നമ്മൾ പിടിക്കുന്നു, അല്ലെ നമ്മൾ അതിനെ കൈവശം, അത് നമ്മൾ അതിൻ്റെ മേളിൽ നമ്മൾ ആധിപത്യം എടുക്കണം, അല്ലെങ്കിൽ അത് നമ്മളുടെ മേളിൽ ആധിപത്യം എടുക്കാൻ തുടങ്ങും. Pastor Vinod has very clearly taught us through 2 Corinthians chapter 10 verse 4 that we take captive every thought which rises up against the knowledge of Jesus Christ, and we bring into the obedience of Jesus Christ when our obedience is fulfilled. അപ്പോൾ ഇവിടെ എന്നെ കേൾക്കുന്ന ചില ആൾക്കാരൊക്കെ പറയും, അയ്യോ ഈ പുള്ളി എന്താണ് ഈ 1-2 പാപമൊക്കെ ചെയ്താൽ തന്നെ വലിയ വിഷയമാണെന്നൊക്കെ പറയുന്നത്, ഇതെന്താണ്? So people who are listening to me, you may say, what is this fellow saying? He's saying it's not okay if I just do 1 or 2 minor sins. What is he saying? അതിൻ്റെ കാരണം ഇതാണ്. ഇതേ 1 യോഹന്നാൻ 3-ാം അതിൻ്റെ 4-ാം വാക്യം വായിച്ചാട്ടെ. Why I am saying this is because let's read 1 John chapter 3 verse 4.
പാപം ചെയ്യുന്നവൻ എല്ലാം അധർമ്മവും ചെയ്യുന്നു. പാപം അധർമ്മം തന്നെ. ഓ, ഈ അധർമ്മം എന്നുള്ള മലയാളം വേർഡിന്റെ ഇംഗ്ലീഷ് വേർഡ് ലോലെസ്നെസ്. ഓക്കെ, പാപം എന്താണ്? അത് ലോലെസ്നെസ് ആണ്. അതായത് വേറൊരു വേർഡ് ഞാൻ ഉപയോഗിക്കാം. ഇപ്പോൾ ഒരു അരാജകത്വം, അനാർക്കി എന്നൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഒരു നിയമമില്ല എന്ന് പറഞ്ഞുള്ള ഒരു നടപ്പ്, അതാണ് പാപം. So what is sin? Sin is mentioned here as lawlessness or anarchy, where there are no rules at all, no laws at all, and you just live the way you want. പ്രിയമുള്ളവരെ, ഈ പാപം എന്ന് പറയുന്നതിന്റെ പ്രശ്നം എന്താണെന്ന് നമ്മൾ ഒന്ന് മനസ്സിലാക്കണം. So we must understand what is this problem of sin. ഇപ്പം കുട്ടികളോട്, അല്ലെ കൊച്ചുകുട്ടികൾ മാത്രമല്ല, ചിൽഡ്രൻ, അവരോട് ദൈവം പറയുന്നത് നിങ്ങൾ മാതാപിതാക്കളെ ബഹുമാനിക്കണം. God tells children that children you should honor your father and mother. അല്ലെങ്കിൽ ദൈവം ഭർത്താക്കന്മാരോട് പറയുന്നത് നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. Or God tells husbands that you should love your wife. അപ്പം ഒരു ഭർത്താവ് പറയുക, എന്നെ കൊണ്ട് പറ്റത്തില്ല. So in that case one husband says, I can't do that. അപ്പൊ അവിടെ പ്രശ്നം ഇത്രയേ ഉള്ളൂ. അദ്ദേഹം ഇപ്പൊ തൽക്കാലം ഒരു നിയമം ലംഘിച്ചെന്ന് മാത്രമല്ല, ആ നിയമം തന്നവനോട് പറയുവാ, ഞാൻ വേറെ ഒന്നും കാണിക്കുന്നില്ല കൂടുതൽ, ഐ ഡോണ്ട് കെയർ, നീ ആരും അയക്കോ, നീ എന്തും നിയമം വെച്ചോ, എനിക്കൊരു ചുക്കുമില്ല, എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ ജീവിക്കും, എനിക്ക് തോന്നിയതുപോലെ ഞാൻ ജീവിക്കും, ഐ ഡോണ്ട് കെയർ എന്ന് പറയുമ്പോൾ നമ്മളൊരു നിയമം മാത്രമല്ല തെറ്റിക്കുന്നത്, നമ്മൾ ആ നിയമം തന്നോനെ വെല്ലുവിളിക്കുകയാണ്. So when we disobey God's laws, not only are we breaking God's laws, we are being defiant against this lawgiver and we are literally challenging him. പിന്നെ നമ്മൾ ഒരുമാതിരി മനുഷ്യരെയല്ല വെല്ലുവിളിക്കുന്നത്, ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ പരിശുദ്ധൻ 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 എന്ന് ഉന്നതങ്ങളിലിരിക്കുന്ന ആ ദൈവത്തെയാണ് നമ്മൾ വെല്ലുവിളിക്കുന്നത്, നമ്മളിങ്ങനെ പാപം ചെയ്യുമ്പോൾ. And when we sin like this, we are challenging the God who, the holy, holy, holy one who dwells on high, the one who has created this whole universe. We are coming against him. നമ്മുടെ മലയാളത്തിലെ ചില വേർഡ്സ് ഒക്കെ എനിക്ക് വളരെ അത് ഡിസ്ക്രിപ്റ്റീവായിട്ട് തോന്നും. അതായത് ഒരു കൂസലില്ലാതെ വിശ്വാസികൾ പാപം ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ഓർത്തോണം, നിങ്ങളെ ഉണ്ടാക്കിയ ദൈവത്തെ വെല്ലുവിളിക്കുകയാണ്. And when believers blatantly sin with that I don't care attitude, I would like to remind you, you are challenging, you are coming against this very God himself. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വരുന്നത് ഒരു വിശുദ്ധിയിൽ നടക്കുന്ന ആള് ഒരിക്കലും പാപം ചെയ്യത്തില്ലെന്നല്ല. My beloved brethren, I am not saying that a person who walks in holiness will never ever sin. പക്ഷെങ്കിൽ വിശുദ്ധിയിൽ നടക്കുന്ന ആളിന്റെ ഒരു ചിത്രം ഞാൻ നിങ്ങൾക്ക് തരാം. But let me give a picture of a person who walks in holiness. പലർക്കും തെറ്റായ ചിത്രങ്ങളാണ് വിശുദ്ധിയിൽ നടക്കുന്ന ആളിനെ പറ്റി. Many of us may have wrong understanding about a person who walks in holiness. പണ്ടൊരാൾ എന്നോട് പറഞ്ഞ, ഞാൻ ഇങ്ങനെ പ്രസംഗിച്ച് എവിടെ പോയപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, അതെന്താ ഈ ഹാഫ് ഷർട്ട് ഇട്ടുകൊണ്ട് വന്നേ? Once after I had preached a Sunday message, one person asked me, why did you preach wearing a half sleeve shirt? വിശുദ്ധി എന്ന് പറയുന്നത് ഇങ്ങനെ പുറമേ കാണിക്കുന്ന, അല്ല ഞാൻ വേറെ വല്ലാതെ കാണിക്കുന്ന രീതിയിലുള്ള ഡ്രസ്സൊന്നും അല്ലായിരുന്നു ഇട്ടത്. ഇവിടം വരെയുള്ള ഹാഫ് കൈ ഷർട്ട് ഇട്ടു. പക്ഷെ അദ്ദേഹത്തെ സംബന്ധിച്ച വിശുദ്ധി എന്ന് വെച്ചാൽ ഫുൾ കൈ. So for that person, holiness meant wearing full sleeve shirt. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇന്ന് പ്രശ്നമില്ല, ഞാൻ ഫുൾ കൈയാണ് ഇട്ട്. അത് മാത്രമല്ല, വലിയ പൂക്കളൊന്നും ഉള്ള ഷർട്ടല്ല ഇട്ട്. ഇനി അതാണേ അതും എൻ്റെ വിശുദ്ധി പോകും അതോടുകൂടി. I hope you would be happy, such people would be happy because I am wearing a full sleeve shirt today and I am not wearing a floral shirt, so that can be, regarded as unholy. പ്രിയമുള്ളവരെ, വിശുദ്ധി എന്ന് പറയുമ്പോൾ ഒരു വിശുദ്ധൻ എന്ന് പറയുന്ന അദ്ദേഹം ദൈവത്തെ സ്നേഹിക്കുന്നു.
ഹല്ലേലൂയ. A holy person will be, number one, he would love God. അദ്ദേഹം ദൈവത്തെ ആദരിക്കുന്നു. He would honor God. അദ്ദേഹത്തിന്റെ ആഗ്രഹം ഈ ദൈവത്തിന്റെ പിന്നാലെ പോണം. And his one desire would be to follow this God. അദ്ദേഹത്തിന്റെ ആഗ്രഹം ആ ദൈവത്തിന്റെ അറിയുന്ന എല്ലാ കൽപ്പനകളും മാനിക്കണം. And his desire would be that whatever I know of God's commandments, I want to do them. അദ്ദേഹത്തിന്റെ ആഗ്രഹം ഈ ദൈവത്തെ പ്രസാദിപ്പിക്കണം. His desire would be to please this God. ഇനിയും ലോകത്തെ ഇനിയും ഇദ്ദേഹത്തോട് ദേഷ്യപ്പെട്ടാലും ഇദ്ദേഹത്തിന് പ്രശ്നമില്ല, പക്ഷെ ദൈവം ഇദ്ദേഹത്തോട് ദേഷ്യപ്പെടരുത് എന്ന് ഇദ്ദേഹത്തിനൊരു വളരെ നിർബന്ധമുണ്ട്. And this person would be very particular that whatever happens, even if the whole world is angry with him, this God should not be angry with പിന്നെ me. ഈ വിശുദ്ധിയിൽ നടക്കുന്ന ആളിന് തെറ്റ് ചെയ്യരുതെന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ മനസ്സിൽ, അയ്യോ ചെയ്യാൻ പറ്റുന്ന നന്മ അതും എനിക്ക് ചെയ്യണം. And a person who walks in holiness would desire not only not to commit sin, but also to do things that are pleasing to God, that are good. പലപ്പോഴും ഈ വിശുദ്ധിയിൽ നടക്കുന്ന ആൾക്കാരെ ഇത് ചെയ്യരുത്, അത് ചെയ്യത്തില്ല, ഞാൻ ഇത് ചെയ്യത്തില്ല. ബ്രദറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? So many times this holiness movement people, they would say, oh, you should not do like this, don't do like this, don't do that. Okay, then what should we do? അപ്പോൾ ഈ കാര്യങ്ങളോ, അപ്പം ഇംഗ്ലീഷിൽ ഇങ്ങനെ നമുക്ക് പറയാം, സിൻസ് ഓഫ് കമ്മീഷൻ, അതായത് കുഴപ്പം കാണിക്കുന്ന പാപങ്ങളുണ്ട്, എന്നാൽ നന്മ ചെയ്യാതിരിക്കുന്ന പാപങ്ങളും ഉണ്ട്. സിൻസ് ഓഫ് ഒമിഷൻ, അത് പലപ്പോഴും നമ്മളാരും അത് കെയർ പോലും ചെയ്തില്ല. എന്താ വെച്ചാൽ ഇവിടെ ഒരുത്തൻ നമ്മുടെ സഹോദരനാ ചത്തുപോവുക, ഒരു 50 രൂപ കൊടുത്താൽ ഒരുപക്ഷെ അദ്ദേഹം അങ്ങ് രക്ഷപ്പെട്ടു, പക്ഷേ അയാൾ ചാകുന്ന ചത്തോട്ടെ. അപ്പോൾ ഇത് പാപമല്ല പലർക്കും. ബിക്കോസ് ഇയാളെ സംബന്ധിച്ച് ഇയാൾ TV കാണാതിരിക്കുക, എന്തുവാ പാപം ചെയ്യാതിരിക്കാൻ. പക്ഷെ ഇയാൾ ചത്തുപോവുക, അയാൾക്ക് എന്തെങ്കിലും ഒരു 50 രൂപ ഇല്ല, അത് പറ്റത്തില്ല. അപ്പോൾ ഇത് പാപമല്ലേ? സിൻസ് ഓഫ് ഒമിഷൻ, സിൻസ് ഓഫ് കമ്മീഷൻ. ദൈവമേ ഇത് രണ്ടിൽ നിന്നും എന്നെ രക്ഷിക്കണേ എന്നുള്ള ഒരു മനസ്സ് വെച്ച് ഈ ദൈവത്തിൻ്റെ പിന്നാലെ ആ ദൈവത്തെ സേവിച്ച് ആ വിശുദ്ധിയുടെ ആ ബ്യൂട്ടി, ആ മനോഹരത്വം കണ്ട് ആ ദൈവത്തിൻ്റെ പിന്നാലെ ഓരോ നിമിഷവും, അത് വീട്ടിലായാലും ജോലി സ്ഥലത്തായാലും ചർച്ചിലായാലും ആ ദൈവത്തിൻ്റെ പിന്നാലെ നടക്കാൻ ആഗ്രഹമുള്ള വ്യക്തികളാണ് വിശുദ്ധിയിൽ നടക്കുന്ന ആൾക്കാർ, പ്രിയമുള്ളവരെ. So the people who walk in holiness, they would desire not to do the sins of commission and also not to do the sins of omission. What are the sins of commission? The wrong things that you commit. That are the sins of commission. And the good deeds that you are expected to do but you are not doing them, those are the sins of omission. So a person who walks in holiness would always desire to please God, to honor God, would do things that are good and move on, wanting to see the beauty of the Lord in every way, whether in the family, in the church, or at workplace. In every area of his life, he would be desiring that. അപ്പം ഞാനിനി ആ ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം. So let me come back to my question. ഞാൻ ആ പാസ്റ്റർ ജെഫിയുടെ മനസ്സിലെ ആ ഒരു ചിന്ത, ശത്രു ഇട്ട ചിന്തയ്ക്ക് നമ്മൾ എന്താണ് ഉത്തരം പറയുക, അല്ലെ അദ്ദേഹം എന്താണ് ഉത്തരം പറയേണ്ടത്? So what should Pastor Jeffy's response be to the question which Satan, to the point which Satan had put in his mind? കുഴപ്പമില്ലെന്നേ, 2-3 പാവമൊക്കെ ചെയ്താ കുഴപ്പമില്ല, ദൈവം കണ്ണടച്ചോളും. Oh, it's okay if you commit 1 or 2 sins. God will just ignore that. ഞാൻ ദൈവത്തിനെ പറ്റി വേറെ ഒരു കാര്യം കൂടെ പറയാം. ദൈവത്തിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ കൂടുതൽ കാര്യം കൊടുത്തവരിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷയുണ്ട്. Now let me tell you one special character of God. Okay, if God has given more to somebody, he would expect more from such people. ഇസ്രായേൽ മക്കള് പല പ്രാവശ്യം പാപം ചെയ്തു, അവരെ വാഗ്ദത്ത നാട്ടിൽ കയറിയില്ല. മോശ ഒരു വട്ടം പാപം ചെയ്തു, പുള്ളിയും വാഗ്ദത്ത നാട്ടിൽ കയറിയില്ല. Israelites sinned several times against God and they did not enter the promised land. Moses, he sinned once and he also did not enter the promised land.
അപ്പം പാസ്റ്റർ ജെഫി എന്താണ് പറയേണ്ടത്? So what should be Pastor Jeffy's reply? കുറച്ച് പാപം ചെയ്താൽ കുഴപ്പമില്ലെന്നേ. Should it be, oh, it's okay if I sin a little bit? ഈ പാപം വളരെ നികൃഷ്ടമായിട്ടുള്ള കാര്യമാണ്. This sin is something really wicked. ദൈവം പാപത്തെ വെറുക്കുന്നു. God hates sin. ദൈവം പാപത്തെ വെറുക്കുന്നു. God hates sin. ഞാൻ മൂന്നാമതൊന്നുകൂടെ പറയാം, ദൈവം പാപത്തെ വെറുക്കുന്നു. And I would repeat a third time, God hates sin. അത് എനിക്ക് എങ്ങനെ അറിയാം? How do I know this? അതുകൊണ്ടാണ് അവൻ യേശു ഈ ലോകത്തിലേക്ക് അയച്ചത്. And that's exactly why God sent Jesus into this world. ഈ ലോകത്തിലെ യേശു ക്രിസ്തു വന്നത് നമ്മളെ ഈ നികൃഷ്ടമായിട്ടുള്ള പാപത്തിന്റെ അടിമത്വത്തിൽ നിന്ന്, ചെളി ആ കുഴഞ്ഞ ചേറ്റിൽ നിന്ന് നമ്മളെ കരകയറ്റാനായിട്ടാണ്. And the reason why Jesus came into this world was to deliver us, pull us out of this the depths of the wickedness of this sin. ഒന്ന് ഓർത്ത് നോക്കി, ഒരു കുഴഞ്ഞ ഇപ്പൊ സപ്പോസ് ഒരാൾ ഒരു സെപ്റ്റിക് ടാങ്കിനകത്തോട്ട് വീണു. Just imagine that some person falls into a septic tank. അയാൾ ചാകാൻ പോവാ. He's going to die. കഷ്ടപ്പെട്ട് നമ്മൾ ഒരാള് അതിനകത്ത് കേറി എടുത്തു. And suppose one of us jumps into that septic tank and saves that person, pulls that person out of it. അപ്പോൾ ആ പുള്ളി, അയ്യോ താങ്ക് യു വെരി മച്ച്, ഓ രക്ഷിച്ചല്ലോ, ഹല്ലേലൂയ, താങ്ക് യു. And that person thanks you profusely, says thank you. ഇനി ആ വ്യക്തി പിന്നെ പറയാ, വല്ലപ്പോഴും ഒക്കെ ഒന്ന് ചാടിക്കോട്ടെ. Now imagine if that same person requests you, can I jump into the septic tank once in a while? Is that okay? നിങ്ങൾ ചിരിക്കുകയാണ്. കുറച്ച് പേർക്ക് മനസ്സിലായി. അപ്പം വല്ലപ്പോഴും ഒക്കെ സെപ്റ്റിക് ടാങ്കിനകത്ത് ചാടാനോ? അപ്പം ഒന്നാമത് അത് ഇത്ര നാറുന്ന കാര്യമാണെന്ന് മനസ്സിലായില്ലേ? രണ്ടാമത് ഇത് ഓരോ പ്രാവശ്യവും ഇങ്ങനെ നമുക്ക് ചാടുക രക്ഷപ്പെടുക, ഇതിനു വേണ്ടിയാണോ രക്ഷപ്പെടുത്തിയത്? Now that question itself, it sounds so ridiculous. Doesn't this person know the stink of the septic tank? Or is that why I saved it? That he would jump again and I would save again. Is this the reason why I went to such depths? ഇനിയിപ്പോ ഒരു കൊച്ചുകുട്ടിയെ അറിയാതെ പിന്നെയും അതിനകത്ത് അങ്ങ് വീണു പോയെങ്കിൽ പിന്നെയും രക്ഷിക്കും, നോ പ്രോബ്ലം. Now if it's a small child and he or she accidentally falls into the septic tank, we go jump into the septic tank and save that child again. പക്ഷെ ആ ആളിനെ വീണ്ടും അതിനകത്തോട്ട് ചാടണം, ഇതെന്താണ്? അപ്പം നോ, ഇവിടെ ഏതാണ്ട് കുഴപ്പമുണ്ട്. But if a person deliberately jumps into the septic tank again and again, then something is wrong അല്ലെ, somewhere. അവർക്ക് അതിനകത്ത് ചാടാൻ ഇൻട്രസ്റ്റ് ആണ്. Why is that person so interested to jump into the septic tank? ഞാൻ പറഞ്ഞു വരുന്നത് വളരെ ഡേഞ്ചറസ് കാര്യമാണ്. ഈ 1-2 പാപം ചെയ്തോട്ടെ, ഇത് എവിടെ ചെന്ന് അവസാനിക്കും? So this question, shall I commit sin once in a while? It's a very dangerous question. Where will this lead to? നിങ്ങൾക്കറിയാമോ, സാത്താന് പാപം ചെയ്യാൻ പ്രേരിപ്പിക്കും. You know what? Satan, he motivates us and provokes us to sin, tempts us to sin. ഇനി എങ്ങാനും നമ്മൾ ആ പാപത്തിനകത്ത് വീണ് കഴിഞ്ഞാൽ പുള്ളി പ്ലേറ്റ് മാറ്റിയിട്ട് ഇങ്ങോട്ട് വരും. എന്നിട്ട് പറയും, എന്തൊരു കഷ്ടമാടേ, നിങ്ങളെ വിശ്വാസിയാന്നും പറഞ്ഞ് നടന്നിട്ട് ഇത്ര നികൃഷ്ടമായിട്ടുള്ള പാപം ചെയ്തല്ലോ, അയ്യേ നീ സെൽ ഗ്രൂപ്പിന് പോവാണോ? അവിടെ ഇരിയടാ, നീയൊക്കെ സെൽ ഗ്രൂപ്പും പോയി വലിയ ആൾക്കാരത് കാണിക്കുന്നു, ഇത്ര മഹാപാപം ചെയ്തേച്ച് നീ സെൽ ഗ്രൂപ്പിൽ പോന്നോ? കുറച്ചു നേരം മുമ്പ് പാപം ചെയ്യാൻ പറഞ്ഞു, ഇപ്പം പറയുക അങ്ങോട്ട് പോകണ്ട. ഇത് ഇങ്ങനെ സാത്താൻ പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ പറയട്ടെ, ഞാൻ സത്യമായിട്ടും പറയാം, നിങ്ങളുടെ മുഖം നോക്കി എനിക്ക് പറയാൻ പറ്റത്തില്ല ഓരോരുത്തരുടെയും, പക്ഷെ ഞാൻ പൊതുവായിട്ടൊരു കാര്യം പറയുക, അത് സത്യമാണ്. പല ആൾക്കാർക്കും യോഗങ്ങളിലും ദൈവജനത്തിൻ്റെ ഇടയ്ക്ക് വരാൻ പറ്റാത്തതിൻ്റെ ഒരു കാരണം സമയമില്ലാത്തതുകൊണ്ടല്ല,
അവരുടെ മനസ്സാക്ഷി മലിനമായി പോയി. അവർക്ക് കുത്തലുണ്ട്. അത് നമ്മളാരും കുത്തുമല്ല, ഇവിടുത്തെ പാസ്റ്റർമാരാരെയും കുത്തുന്നില്ല. വല്ലപ്പോഴും അറിയാതെ വല്ല കുത്തുന്നുണ്ടായിരിക്കും, പക്ഷെ അറിഞ്ഞുകൊണ്ടല്ല. പക്ഷെ സാത്താൻ കുത്തുക. അപ്പട്ടിരിയടി നീയൊക്കെ ഇവിടെ വീട്ടിൽ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ വേറെ ആരും കാണുന്നില്ല, നീ അപ്പട്ടിരി, നീ വലിയ പ്രാർത്ഥനക്കാരി. ഷടപ്പ്. Now let me tell you something about Satan. On the one side, he will tempt you like anything to commit a sin. And once you fall into that temptation and sin, Satan gets into the accuser's chair and says, hey, you committed, look at the wickedness that you did. And now you have the audacity to attend a meeting, to go to cell group and church. And let me tell you something. There are many believers who stop attending meetings because their conscience has been defiled and because of the accusations of the enemy, and they are just put down and suppressed and into condemnation about what they did. ഇനി എത്ര ആൾക്കാർ മുമ്പ് വന്ന് 26-ാം തീയതി പ്രാർത്ഥനയിൽ നിങ്ങൾ വരണം എന്ന് പറഞ്ഞാലും, നിങ്ങൾ ചിന്തിച്ചാലും സാത്താൻ നിങ്ങളോട് പറയും, അവിടെ ഇരിക്കെ, നീ രാഷ്ട്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാന്നു. രാഷ്ട്രമോ? ആദ്യം നിന്റെ കാര്യം നോക്ക്. Now with this condemnation in our conscience, how much ever somebody encourages you to come for the prayer meeting on 26th, you would feel so defiled, and Satan would keep accusing you. What? You're going to pray for nations with this, having done this? ഞാൻ പറയട്ടെ, നിങ്ങളുടെ പാപം നിങ്ങൾ ഏറ്റു പറയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മനസാക്ഷിയിൽ കഴുകൽ കിട്ടത്തില്ല. നിങ്ങളുടെ പാപത്തെ നിങ്ങൾ വിട്ടുമാറുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര രക്തം ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരു പ്രയോജനമില്ല. ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയട്ടെ. And let me tell you one thing, if you don't confess your sins, if you have not received forgiveness and cleansing for your sins, how much ever you say and speak aloud, victory in the blood of Jesus, victory in the blood of Jesus, nothing is going to happen. You will still remain in that condemned state. ഞാൻ വേറൊരു കാര്യം കൂടെ നിങ്ങളോടൊരു കാര്യം പറയാം. അതിതാണ്, നിങ്ങൾ തന്നെ നോട്ട് ചെയ്യുന്നുണ്ടായിരിക്കും, ഇപ്പോൾ രവി സക്കറിയാസ് എന്ന് പറയുന്ന ആള്, നിങ്ങൾ ഇച്ചിരി ഡീറ്റെയിൽ ഇപ്പോൾ ഞാൻ അതിലോട്ട് പോകുന്നില്ല, പുള്ളി എന്തുവാ ചെയ്തതെന്ന് നോക്കിയാലും സത്യം പറഞ്ഞാൽ ഈ ബാക്കിയുള്ള ഈ ലോകത്തിലെ ആൾക്കാർ ചെയ്യുന്ന കുഴപ്പമൊക്കെ അനുസരിച്ച് പുള്ളി കാര്യമായിട്ട് പ്രശ്നമൊന്നും കാണിച്ചിട്ടില്ല, അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ. Now I would like to tell you one more thing, okay? It's about Ravi Zacharias. What did he do exactly? If you look at his life, actually, if we compare him with the other people of the world and the sins that others have committed, what Ravi Zacharias did was comparatively very small. അല്ലേ, ചില വലിയ അറിയപ്പെടുന്ന ദൈവദാസന്മാരൊക്കെ കുറച്ച് ക്രമക്കേടൊക്കെ കാണിച്ചെന്ന് പറയുമ്പോൾ വിജയമാല്യയും അല്ലെ നീരവ് മോദിയും വേറെ ചില വലിയ പാർട്ടികളൊക്കെ ചെയ്യുന്ന അനുസരിച്ച് എവരെയൊന്നും കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. Or for example, the extent to which Vijay Mallya or Nirav Modi did some financial corruptions, when we compare them with some people of God who have gone corrupt regarding finances, then it would be nothing. The comparison would be really small. പക്ഷെ ദൈവം ഒരു കാര്യം ചെയ്യും. ദൈവത്തിൻ്റെ ജനത്തിൻ്റെ ഇങ്ങനെ കുഴപ്പങ്ങളുണ്ടല്ലോ, അവൻ മഹാദൈവം മഹാകരുണയുള്ളവനാണ്. പക്ഷെ അവൻ്റെ ദയയും കരുണയും നമ്മൾ ഒരുമാതിരി ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് എടുക്കുവാണെങ്കിൽ പിന്നെ ദൈവം ഒരു കാര്യം ചെയ്യും. ഞാൻ നേരത്തെ നിങ്ങളോട് വാണിംഗ് തരുവാണ്, മുന്നറിയിപ്പ്. Now I would like to warn you about this God. He is full of mercy, abounding in loving kindness, but when people of God sins, he does something. അവൻ തന്നെ നിങ്ങളെ എക്സ്പോസ് ചെയ്തോളെ. He himself will expose you before others. സാത്താനല്ല, അവൻ എക്സ്പോസ് ചെയ്യും. Not Satan, God will expose you. നിങ്ങളൊന്ന് ചിന്തിച്ചേ, ഒരുമാതിരി എല്ലാം വല്ലാത്ത ആൾക്കാരായിരുന്നു ഇസ്രായേലിൻ്റെ ആൾക്കാരൊക്കെ. അതിനകത്ത് ഒരു കൊള്ളാവുന്ന ഒരുത്തനായിരുന്നു ദാവീദ്. ഓക്കെ, ആ ദാവീദ് ഇത്ര നല്ല മനുഷ്യനായിട്ട് ദൈവത്തിൻ്റെ പിന്നാലെ പോയി ആ ദാവീദ് ഒരു കുഴപ്പം കാണിച്ചപ്പോൾ
ദൈവത്തിന് വേണേ പറയരുതായിരുന്നോ, അവൻ ഇത്രയും നല്ല ആളാ, ഇതിനെ ഞാൻ അങ്ങ് മറച്ചു വെക്കാവുന്ന. Or take the example of David. Out of all the people in Israel, he was one person who was following God, who was walking with God. And at one point of time, he committed the sin of adultery. God could have said, oh, he's a man after my own heart, so let me cover his transgression, let me not expose him. കുഴപ്പമില്ലെന്നേ, ഇത്രയും 73 സങ്കീർത്തനമൊക്കെ എഴുതി പഠിപ്പിച്ച ആളാണ്. ഇദ്ദേഹം വലിയ സംഭവമാണ്. ഇത് അന്ന് 73 ഇല്ല, അത് കഴിഞ്ഞിട്ട് 51 എഴുതിയത്. പക്ഷേ എന്തായാലും ഒത്തിരി വണ്ടർഫുൾ മനുഷ്യനാണ്, രാജാവാണ്, വളരെ ഗോലിയാത്തിനെയൊക്കെ കൊന്നോനാണ്, വലിയ സംഭവമാണ്. ഇനി ഇതെല്ലാം ബാക്കി നാട്ടുകാരറിഞ്ഞാൽ നാണക്കേടല്ലേ എന്ന് ദൈവം ചിന്തിച്ചില്ല. ദൈവം പറയുന്നത് നോ, ഞാനിത് നാഥാൻ പ്രവാചകനെ കൊണ്ട് ഇത് ക്ലിയറാക്കും. Now God did not say, oh, this David is an amazing man. He has killed Goliath, he became the Goliath, he became the king, and he has won so many victories, he did this, that. So would it be a shame if everybody else comes to know what David did? God never said like that. Instead, he sent prophet Nathan to expose his sin. എഹെസ്കേൽ 16:37 അതിൻ്റെ അവസാനത്തെ ഭാഗം ഒന്ന് വായിച്ചേ. അവിടെ ഇസ്രായേൽ, ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്, ഇസ്രായേലിൻ്റെ വളരെ കുഴപ്പങ്ങൾ കാണിച്ചപ്പോൾ ദൈവം എഹെസ്കേലിനെ ത്രൂ ഇവിടെ പറയുന്നു, അവിടെ ലാസ്റ്റ് ഒന്ന് വായിച്ചേ, അവർ നിന്റെ നഗ്നത ഒക്കെയും കാണത്തക്കവണ്ണം നിന്റെ നഗ്നത അവരുടെ മുമ്പിൽ അനാവൃതമാക്കും. ഇംഗ്ലീഷിൽ അവിടെ എഴുതിയിരിക്കുന്നത്, and I will uncover your nakedness to them that they may see all your nakedness. ഇത് ദൈവം പറയുവാണ്. Now God is saying this verse in Ezekiel 16, the last portion of verse 37. I will uncover their nakedness in front of everybody. പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ എടുത്ത് പറയുന്നില്ല, നിങ്ങൾ നാഹൂം പ്രവാചകൻ്റെ അതിൻ്റെ അകത്ത് ദൈവം പറയുന്ന ഒരു കാര്യമാണ്, ഐ വിൽ ലിഫ്റ്റ് അപ്പ് യുവർ സ്കേർട്ട്. അതായത് നിങ്ങളുടെ നഗ്നത കുഴപ്പം, അതൊരു മെറ്റഫോറിക് ഇതിലാണ്. നിനവേക്കാരോട് പറഞ്ഞു. ദൈവം ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവം മഹാകരുണയുള്ള ദൈവമാണ്. പക്ഷേ ഈ പലരും ആ വാക്യം അവിടെ അങ്ങ് നിർത്തും. പുറപ്പാട് 34, ലെറ്റ്സ് സീ എക്സോഡസ് 34, ആ ദൈവം മോശയോട് പറഞ്ഞ കാര്യം ആൾക്കാർ പകുതിക്ക് വെച്ച് നിർത്തിക്കളയും. അത് 6-ാം വാക്യം ഒന്ന് വായിച്ചേട്ടെ അനിത. 34:6. യഹോവ അവന്റെ മുൻപാകെ കടന്ന് ഘോഷിച്ചത് എന്തെന്നാൽ, എന്താണ് ഘോഷിച്ചത്? യഹോവയായ ദൈവം കരുണയും കൃപയും ഉള്ളവൻ. ഓക്കെ, ഇത് നമുക്കറിയാം. അവൻ ഇത് ഒട്ടും കുറയ്ക്കരുത്. അവൻ കരുണയും കൃപയും ഉള്ളവൻ. പ്രൈസ് ഗോഡ്. അടുത്തത് ദീർഘക്ഷമയും മഹാദയയും ദീർഘക്ഷമയും മഹാദയും വിശ്വസ്തതയും ഉള്ളത്. ഓക്കെ, അടുത്തത് 1000 ദയ പാലിക്കുന്നവൻ. 1000 ദയ പാലിക്കുന്നവൻ. ഫുൾ സ്റ്റോപ്പ് അല്ല, സെമികോളൻ ആണ്. ഓക്കെ. അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ. ഓ ഹല്ലേലൂയ. അവൻ അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ. കുറ്റമുള്ളവനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം മക്കളുടെ മേലും മക്കളുടെ മക്കളുടെ മേലും 3-ാമത്തെയും 4-ാമത്തെയും തലമുറയോളം സന്ദർശിക്കുന്നവൻ. ഓ, അപ്പൊ അതും നമ്മൾ മറക്കരുത്. അവൻ മഹാദയും കരുണയും ഒക്കെ ഉള്ളവനാണ്. പക്ഷേ who will by no means clear the guilty, visiting the iniquity of the fathers on the children and the children's children to the 3rd and 4th generation. അപ്പം ദൈവത്തിന്റെ ക്യാരക്ടർ, ദൈവത്തിന്റെ സ്വഭാവത്തിന്റെ ഒരു ഭാഗമാണ് അവൻ പാപത്തെ ടോളറേറ്റ് ചെയ്യുന്നില്ല. So it's the very character of God that he doesn't tolerate sin, although he is full of mercy and compassion and abounding in loving kindness.
ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. Let's all rise up. ചില ആൾക്കാർ പറയുന്നിടാ ഇത് ദൈവം ഇത് പ്രത്യേക ആളാന്നല്ലോ, എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല ഈ ദൈവത്തില്. Now some of us after hearing all this may say, oh, God is such a peculiar God. I am not interested in following this സത്യം പറഞ്ഞാൽ God. അങ്ങനെയുള്ളവരെ ഇപ്പൊ സ്വർഗത്തിൽ കൊണ്ടുപോയാലും അവർക്ക് സ്വർഗം ഒരു ബോറിംഗ് സ്ഥലമായിരിക്കും. So if such people are taken to heaven, they would find heaven very boring. പക്ഷേ യഥാർത്ഥമായിട്ടും വീണ്ടും ജനിച്ച ആൾക്കാരുടെ ഹൃദയം വേറെ രീതിയിലുള്ളതാണ്. ഹല്ലേലൂയ. But the people who are truly born again will have a different heart. അവർക്ക് വിശുദ്ധി ഇഷ്ടമാണ്. They love holiness. അവർക്ക് ദൈവത്തെ ഇഷ്ടമാണ്. They love God. അവർക്ക് ദൈവത്തിന്റെ വഴികൾ ഇഷ്ടമാണ്. They love the ways of God. അവർക്ക് ദൈവത്തിന്റെ കൽപ്പനകൾ ഇഷ്ടമാണ്. They love the commandments of God. ആദ്യമേ ഒത്തിരി ഇഷ്ടമില്ലായിരിക്കും, പക്ഷെ ദൈവത്തിന് കൂടെ നടക്കുന്തോറും അത് ഇഷ്ടം കൂടിക്കൊണ്ട് വരുന്നു. Maybe initially they may not like the commandments of God that much, but as they keep on walking with the Lord, they begin to love His commandments. അവരെ ഓരോ ദിവസവും ദൈവത്തിന്റെ കൂടെ നടക്കുന്തോറും അവര് നീതിയെ ഇഷ്ടപ്പെടുന്നു, അവര് പാപത്തെ വെറുക്കുന്നു. And as they keep on walking with God, they begin to love righteousness and hate wickedness. നമുക്ക് ഒരു നിമിഷം മൗനമായിട്ട് ഒന്ന് ചിന്തിക്കാം. Let's be silent for some time and think about these things. Hallelujah. Thank you, Jesus. Thank you, Lord. പാപം എത്രമാത്രം ഗൗരവമുള്ള ഒരു കാര്യമാണ്. Sin is such a serious matter. പാപം എത്രമാത്രം ചതിയുള്ള ഒരു കാര്യമാണ്. It is so full of deception. നമുക്ക് പാപത്തോടെ രമ്യതയിൽ ജീവിക്കാൻ സാധിക്കത്തില്ല. We can't live a life in friendship with sin. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് ഒരു പാട്ടിന്റെ ഒരു ചരണം പാടണമെന്ന് ആഗ്രഹം ഉണ്ട്. ക്രൂശിന്മേൽ ക്രൂശിന്മേൽ എന്നുള്ളൊരു പാട്ടിൻ്റെ ഒരു ചരണം ഇങ്ങനെയാണ്. അത് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്. ഓ ലോർഡ്, when I see your love on the cross, will I ever go back to love sin? ക്രൂശിന്മേൽ ക്രൂശിന്മേൽ എന്ന പാട്ടിൻ്റെ ചരണങ്ങളിലെ ഒരു വരി ഇങ്ങനെയാണ്. കർത്താവേ, അങ്ങയുടെ ക്രൂശിലെ സ്നേഹം ഞാൻ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പാപത്തിലേക്ക് തിരികെ പോയി പാപത്തെ സ്നേഹിക്കുമോ? ക്രൂശിന്മേൽ ക്രൂശിന്മേൽ കാണുന്നതാരിതാ പ്രാണനാഥൻ പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. പ്രാണനാഥൻ പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ? പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ? ക്രൂശിന്മേൽ കാണുന്ന സ്നേഹത്തെ ഓർക്കും ഞാൻ. ക്രൂശിന്മേൽ കാണുന്ന സ്നേഹത്തെ ഓർക്കും ഞാൻ. പാസ്റ്റർ ജെഫി മുന്നോട്ട് കടന്നു വന്ന് നമ്മളെ പ്രാർത്ഥനയിലൊന്ന് നയിച്ചാട്ടെ. നമ്മുടെ ഹൃദയത്തിൽ ദൈവം നമ്മളോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, If God has spoken to us into our hearts, നമുക്ക് ദൈവത്തിന് മുൻപാകെ
ദൈവത്തിന് മുമ്പാകെ നമുക്ക് ചില തീരുമാനങ്ങൾ എടുക്കാം. In that case, let's take some decisions before God. ഇപ്പോൾ തന്നെ നിങ്ങൾ തിരിഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ദൈവം കാണിച്ച കാര്യങ്ങൾ അതിന് മുൻപാകെ അനുദപിച്ച്, കർത്താവേ, എൻ്റെ മനോഭാവം തെറ്റായിരുന്നു, ഞാൻ പാപത്തെ വെറുത്തില്ല, അല്ലെങ്കിൽ ഞാൻ ഈ കാര്യത്തെ അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തെ ഞാൻ പുറത്ത് എൻ്റെ ജീവിതത്തിൽ വെച്ചുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നവരായിരിക്കാം. We may be people to whom God spoke to us and we are feeling, oh God, forgive me. I didn't hate sin. I tolerated certain wickedness in my life. അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിലാക്കൽ തന്നെ ഇന്ന് രാവിലെ ദൈവം ചോദ്യം ചെയ്തേക്കാം, നമ്മുടെ കാഴ്ചപ്പാട്. Or God may be challenging our perspectives. ദൈവത്തിൻ്റെ വചനം എന്ത് പറയുന്നു എന്നുള്ളത് നമ്മൾ തെറ്റിദ്ധരിച്ച് കുറച്ച് നാൾ നടന്നിട്ടുണ്ടായിരുന്നായിരിക്കാം. We may have been people who would have misunderstood God's ways and lived like that. ദൈവത്തിൻ്റെ നിലവാരങ്ങൾ ശരിക്കും കാണാതെ നടക്കുന്നവരായിരിക്കാം. We may have been people who didn't really understand the standards of God. വിശുദ്ധി എന്തുവാണെന്ന് ഒരു പക്ഷേ ഇന്ന് രാവിലെ നമ്മളതിനെ കുറച്ചുകൂടെ കൂടുതൽ മനസ്സിലാക്കി കാണും. Maybe today morning we understood to a greater level what holiness really means. നിങ്ങളുടെ മനസ്സിൽ എന്ത് തീരുമാനം ആണെങ്കിലും നിങ്ങൾ ദൈവത്തോട് തിരിഞ്ഞ്, കർത്താവേ, ഞാൻ തിരിച്ചു വരുന്നു, എനിക്ക് അങ്ങയുടെ വഴിയിൽ നടക്കണം എന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ പറഞ്ഞാട്ടെ. Whatever your decision is, please turn to God and tell him, oh Lord, I come back to you. പാപത്തെ വെറുക്കുവാൻ ഞാൻ തീരുമാനമെടുക്കുന്നു. Today I decide to hate sin. അതിനായിട്ട് എന്നെ സഹായിക്കണമേ. And help me to do that, oh Lord. അങ്ങയെ സ്നേഹിപ്പാൻ സഹായിക്കണമേ. Help me to love you, Lord. Thank you, Lord. നമുക്ക് പ്രാർത്ഥിക്കാം. Let's pray. പിതാവേ, ഇന്ന് അങ്ങയുടെ വചനത്തിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. Father, thank you for speaking to us so clearly through your word. അങ്ങയുടെ മകനെ ഉപയോഗിച്ചതിനായി നന്ദി. Thank you for using your son. കർത്താവേ, അങ്ങയുടെ ഹൃദയത്തിൽ അങ്ങ് ആഗ്രഹിക്കുന്ന ആ നീതിപാതയിൽ നടക്കുവാൻ ഞങ്ങളെ അങ്ങ് ഒരുക്കുന്നതിനായി സ്തോത്രം. Thank you for preparing us to walk in the ways which are pleasing to you, in ways which are righteous before you. അതിനായി അങ്ങയുടെ വചനം അങ്ങെടുത്ത് ഉപയോഗിച്ചതിനായി നന്ദി. Thank you for using your word to prepare us, O Lord. കർത്താവയുടെ ആരൊക്കെ അങ്ങയുടെ മുൻപാകെ അവിടെ ഹൃദയങ്ങൾ നുറുങ്ങിയും തകർന്നും അങ്ങയുടെ സന്നിധിയിലേക്ക് തിരിഞ്ഞു വന്നിട്ടുണ്ട് എന്ന് അങ്ങയ്ക്കറിയാം. Oh God, you know who all are coming back to you with a broken heart and a contrite heart. ഇനി മുതൽ പാപത്തിന് വേണ്ടിയല്ല, ദൈവത്തിന് വേണ്ടി ജീവിപ്പാൻ ആ ഒരു തീരുമാനം എടുത്തവരെ അങ്ങ് തന്നെ അനുഗ്രഹിച്ച് അവരെ മുമ്പോട്ട് നടത്തണമേ. And all those who have taken the decision to love you and hate sin, I pray that you please bless them, O Lord. മറ്റുള്ളവരുടെ ഹൃദയത്തിൽ കർത്താവേ അങ്ങ് തുടർന്ന് അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ക്രിയ ചെയ്തുകൊണ്ടിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. And we pray that you will continue to work in the hearts of others and continue speaking to them. ആരെങ്കിലും ഇവിടെ അങ്ങേ അറിയാതെ അങ്ങയുടെ രക്ഷ അനുഭവിക്കാതെ ഉണ്ടെങ്കിൽ അവരോട് കടന്നു പോകുന്നതിന് മുമ്പേ അങ്ങേ കണ്ടുമുട്ടുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. If there's anyone here who has not experienced your salvation, we pray that may they not go out of here without having a meeting with you. കർത്താവേ, അങ്ങയുടെ സ്നേഹത്തിനായി സ്തോത്രം. Oh Lord, thank you for your love. അങ്ങയുടെ വിശുദ്ധിക്കായിട്ടും സ്തോത്രം. Thank you for your holiness. കർത്താവേ, ഞങ്ങളെ ആയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ വിട്ടുകളയുവാൻ അങ്ങ് ആഗ്രഹിക്കാത്തത് കൊണ്ട് സ്തോത്രം. Thank you that you don't allow us to be in the state that we are in. ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ പുത്രനായ യേശുവിനെ പോലെ ആക്കുവാൻ അങ്ങ് തീരുമാനിച്ചത് കൊണ്ട് സ്തോത്രം. Thank you that you have decided to make us into the likeness of Jesus Christ. ആ അങ്ങയുടെ പ്രക്രിയയിൽ, അങ്ങയുടെ പ്രവൃത്തിയിൽ ഞങ്ങൾ
ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാനും ഞങ്ങളുടെ ഹിതത്തെ അങ്ങയുടെ ഹിതത്തിന് കർത്താവെ വഴങ്ങിക്കൊടുക്കുവാനും മുമ്പോട്ട് നടക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. And oh Lord, please help us to cooperate with you and surrender our will to your will and keep walking with you, Lord. അങ്ങ് തന്ന വചനത്തിനായി സ്തോത്രം. And thank you for the word that you gave us, oh Lord. തുടർന്ന് ഈ ആഴ്ചയും വരുന്ന ആഴ്ചകളിലും കർത്താവെ അങ്ങയുടെ വചനത്തിൻ്റെ മുൻപാകെ കർത്താവെ ഞങ്ങൾ ഒരു വിനയമുള്ള ഹൃദയത്തോടെ കടന്നു വരുവാൻ സഹായിക്കണമേ. And help us to continue to be humble before your word, Lord, in the coming week and in the weeks to come. ഞങ്ങളിവിടെ ഒന്ന് പിരിഞ്ഞു പോകുമ്പോൾ അങ്ങയുടെ സാന്നിധ്യത്താൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. And when we disperse from here, we pray that you will bless us with your presence. ഈ ആഴ്ച ഞങ്ങൾ ഇൻവോൾവ് ആകുന്ന ഓരോ കാര്യങ്ങളും അങ്ങയുടെ സാന്നിധ്യത്താൽ കർത്താവെ അങ്ങ് ഞങ്ങളെ നയിക്കണമേ. And lead us by your presence in every activity that we get involved in this week. ഞങ്ങളിവിടെ ഒന്ന് പിരിഞ്ഞു പോകുന്നുണ്ടേ. And as we disperse from here, പിതാവേ ദൈവത്തിൻ്റെ സ്നേഹവും may the love of the Father കർത്താവ് യേശുക്രിസ്തുവിൻ്റെ കൃപയും and the grace of Jesus Christ പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും and the sweet communion of the Holy Spirit ഞങ്ങളെ പൊതിഞ്ഞ് ഞങ്ങളെ നയിക്കണമേ. cover us and lead us on. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. In the name of Jesus Christ we pray. ആമേൻ. Amen.